ഓക്കെ, കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഇസ്ലാം അബ്രഹാമി മതമോ എന്ന വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിക്കുള്ള ഒരു മറുപടിയും കൂടാണ് ഇന്നത്തെ പ്രോഗ്രാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങൾ, ഏഷ്യാനെറ്റിലെ പോയിന്റ് ബ്ലാങ്കിൽ നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. പാംപ്ലാനി ബിഷപ്പ് നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം ക്രൈസ്തവ ലോകത്ത് സുപരിചിതനായ ഒരു വ്യക്തിയാണ്. ഒരു വേദപണ്ഡിതൻ എന്ന നിലയിലും അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയാണ് ബിഷപ്പ് പാംപ്ലാനി. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും വിവാദങ്ങളായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയെപ്പോലുള്ള ഒരാളുടെ പ്രസ്താവന, അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് വളരെ വലുതായതുകൊണ്ട് അത്തരം പ്രസ്താവനകളിൽ കടന്നുകൂടുന്ന തെറ്റുകൾക്ക് ഒരു വലിയ വിഷയവും കൂടെ സംഭവിക്കാറുണ്ട്. അത്തരം തെറ്റുകൾ പലപ്പോഴും ക്രിസ്ത്യൻ സമൂഹത്തെ, കത്തോലിക്ക സഭയെ മാത്രമല്ല കേരളത്തിലെ പൊതുവെ ക്രിസ്ത്യൻ സമൂഹത്തെ പൊതുവെ ഒന്നാകെ അത്തരം പ്രസ്താവനകൾ ബാധിക്കാറുണ്ട്. ഒരു പെന്തക്കോസുകാരനായി എനിക്ക് ഡോക്ടർ ജോസഫ് ബിഷപ്പ് പാംപ്ലാനിയെ ഡയറക്റ്റ് വിമർശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാര്യം, ഒരു കത്തോലിക്ക സഭയുടെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാവുന്ന നിലയിൽ ഒരു കത്തോലിക്ക സഭയിലുള്ള ഒരാൾ ഇന്റേണൽ വിമർശനമായിട്ടാണ് ഉന്നയിക്കേണ്ടത്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ഉന്നയിച്ച വിഷയം എന്നെയും കൂടെ ബാധിക്കുന്നതായതുകൊണ്ടും പരോക്ഷമായി എന്നെപ്പോലുള്ള, എന്നെ അല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്നെ ആണെങ്കിലോ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പറയാത്തതുകൊണ്ട് എന്നെയാണെന്ന് പറയാൻ പറ്റത്തില്ല, പരോക്ഷമായി സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ഞങ്ങളെപ്പോലുള്ള പലരെയുമൊക്കെ അദ്ദേഹം ആ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. തന്നെ അതിനൊരു മറുപടി കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ജിഹാദ് എന്ന പദം ഒരു മതവിഭാഗത്തിന് വേദനാജനകമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതാണ്. അതേസമയം മയക്കുമരുന്ന് വ്യാപനം ഇവിടെ ശക്തമായി നടക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് പലരെയും വഴിതെറ്റിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതൊരു മതവിഭാഗം മാത്രമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നതല്ല. ഇവിടെ മയക്കുമരുന്നിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പാലാ ബിഷപ്പ് തന്നെ വളരെ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനകത്തേക്ക് നമ്മൾ കിടക്കണ്ട. പക്ഷേ ഇദ്ദേഹം ജിഹാദ് എന്ന പദത്തെ ഒരു മതവിഭാഗത്തെ വിമർശിക്കാൻ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ജിഹാദ് എന്ന പദം ഒരു മതവിഭാഗത്തിന് വേദനാജനകമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ജിഹാദ് എന്ന പദം ഒരു മതവിഭാഗത്തിന് വേദനാജനകമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ചത് ആഗമാന ക്രൈസ്തവരെയല്ല, കത്തോലിക്ക സഭയിലെ കൂടി വരുന്ന ആളുകളെയാണ്, സഭാവിശ്വാസികളെയാണ്, ആ സഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജിഹാദ് എന്ന പദത്തെ വ്യാഖ്യാനിക്കാൻ കത്തോലിക്ക സഭയ്ക്കോ സെബാസ്റ്റ്യൻ മുന്നക്കലിനോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിക്കോ അല്ല ബാധ്യതയും അവകാശവും. ജിഹാദ് എന്ന പദം ഇസ്ലാമിക അവരുടെ മതഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ്. അവരുടെ ഖുറാന്റെയും അതുപോലെ തന്നെ അവരുടെ ഹദീസുകളുടെയും, അവരുടെ പ്രമാണ ഗ്രന്ഥങ്ങളായ ഖുറാന്റെയും ഹദീസുകളുടെയും ഭാഗമാണ് ജിഹാദ് എന്ന പദവും അതിൻ്റെ പ്രയോഗവും. മുഹമ്മദിൻ്റെ സഹാബികളെ വിളിച്ചിരുന്നത് മുജാഹിദീനുകളെന്ന, മുജാഹിദുകൾ, നമ്മുടെ മുജാഹിദ് ബാലശ്ശേരിയൊക്കെ, ആ പദത്തിൻ്റെ അർത്ഥം പോലും ജിഹാദികൾ എന്നാണ്, ജിഹാദ് ചെയ്യുന്നവർ എന്നാണ്. പാംപ്ലാനി, ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയെയും സെബാസ്റ്റ്യൻ മുന്നക്കൽ എന്ന എന്നെയും ഒക്കെ വിളിക്കുന്നത് ക്രൈസ്തവരെന്നാണ്, ക്രിസ്ത്യാനികൾ എന്നാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യർ വിളിക്കപ്പെട്ടതും ക്രിസ്ത്യാനികൾ എന്ന പേരിലാണ്. എന്നാൽ ഇസ്ലാം പ്രവാചകനായിരുന്ന മുഹമ്മദിന്റെ അനുയായികളെ മതഗ്രന്ഥത്തിൽ തന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ മതപ്രമാണങ്ങളിൽ വിളിക്കുന്നത്, ആ മതം വിശേഷിപ്പിക്കുന്നത് ജിഹാദികൾ എന്നാണ്. അതായത് ക്രൈസ്തവർ ക്രിസ്ത്യാനി എന്ന പദം എത്രത്തോളം ക്രൈസ്തവ വിശ്വാസവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നുവോ അതേ തുല്യമായി ഇസ്ലാം മതവിശ്വാസവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പദമാണ് ജിഹാദ് എന്ന പദം. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനി എന്നതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കാൻ ബാധ്യത ഒരു ക്രൈസ്തവനാണ്, അല്ലാതെ ഒരു പള്ളിയിലെ മൊല്ലാക്കല്ല, എന്താ പറയുക, നമ്മുടെ കൊടപ്പനക്കുന്ന് തറവാട്ടിനല്ല. ക്രിസ്ത്യാനി എന്ന പദം എന്തിനെയാണ് വിവക്ഷിക്കുന്നത് എന്ന് പറയാനുള്ള അവകാശം അത് ക്രിസ്ത്യാനിക്കാണ്.
അത് ഡോക്ടർ ജോസഫ് പാംപ്ലാനിക്കുണ്ട്. പക്ഷേ ജിഹാദ് എന്ന പദത്തെ വ്യാഖ്യാനിക്കേണ്ടത്, അതിനെ നല്ല രീതിയിലോ മോശം രീതിയിലോ വ്യാഖ്യാനിക്കേണ്ടത് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയല്ല, ആ മതമാണ്. അപ്പോൾ ആ മതം, ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം ജിഹാദ് എന്ന ഈ പദത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന പോലെ ഇസ്ലാം മത അനുയായികളെ മുജാഹിദുകൾ, മുഹമ്മദിന്റെ അനുയായികളെ ജിഹാദ് ചെയ്യുന്നവർ മുജാഹിദുകൾ എന്ന് വിളിച്ചിരിക്കുമ്പോൾ ആ പദത്തിന്റെ അർത്ഥം അറിഞ്ഞിരിക്കേണ്ട ബാധ്യത ഒരു ക്രൈസ്തവനുണ്ട്. കാര്യം എന്ത് സംഭവമാണെങ്കിലും അവസാനം വാള് വരുന്നത് പാംപ്ലാനിയാണോ സെബാസ്റ്റ്യൻ മുന്നക്കലാണോ നോക്കിയിട്ടല്ല, നീ ക്രിസ്ത്യാനിയാണോ, നീ കാഫിറാണോ, മുസ്ലിം ആണോ നോക്കിയിട്ടാണ് കഴുത്തിന് മേലേക്ക് വാള് വരുന്നത്. അല്ലാതെ ലോഹ ഇട്ടിട്ടുണ്ടോ, കോട്ട് ഇട്ടിട്ടുണ്ടോ, ടൈ കെട്ടിയിട്ടുണ്ടോ ഒന്നും ആരും നോക്കാറില്ല എന്നതാണ് വാസ്തവം. സംശയം ഉണ്ടെങ്കിൽ പണ്ട് നമ്മുടെ ബംഗ്ലാദേശ് യുദ്ധകാലത്തെ ഫോട്ടോ വളരെ പ്രശസ്തമായ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. പാകിസ്ഥാൻ പട്ടാളക്കാർ ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഹിന്ദുവാണോ മുസൽമാനാണോ നോക്കിയിട്ട് കൊല്ലാൻ വേണ്ടി മുണ്ടിനകത്തേക്ക് കുനിഞ്ഞു നോക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരൻ്റെ ഫോട്ടോയുണ്ടോ, ഒന്ന് പോയി നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് എന്താണ് ജിഹാദ് എന്ന പദത്തിന് ഇസ്ലാം മതം കൊടുക്കുന്ന അർത്ഥം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ ഞാനോ ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയോ ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആദ്യം ആ പദത്തിന് ഇസ്ലാം കൊടുക്കുന്ന അർത്ഥം നോക്കാം. ഖുറാനിലെ 2-ാമത്തെ സൂറത്ത് ബഖറ, സൂറ പശു, അതിൻ്റെ 118-ാമത്തെ ആയത്തൊന്ന് എടുത്ത് വായിച്ചു നോക്കുക. വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും, അതായത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുകയും ഹിജറ ചെയ്യുക, സ്വദേശം വെടിയുകയും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിലേർപ്പെടുകയും ചെയ്തവരാരോ അവർ അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാകുന്നു. ഈ അല്ലാഹ് എന്ന അറേബ്യൻ പേഗൻ മതദൈവം ഇസ്ലാമിൻ്റെ ഭാഗമായി കഴിഞ്ഞപ്പോൾ ആ മതദൈവത്തിൻ്റെ പ്രചാരകനെന്നല്ല പ്രവാചകനെന്ന് അവകാശപ്പെട്ട മുഹമ്മദ് തൻ്റെ അനുയായികൾക്ക് കൊടുക്കുന്ന ഒരു ആഹ്വാനമാണ്, അള്ളാഹു എന്ന് പറയുന്ന ഈ ദേവനിൽ വിശ്വസിക്കണം. നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ ദേവന്മാരും ഉപേക്ഷിച്ചിട്ട് അക്കൂട്ടത്തിലെ ഒരു ദേവനെ മാത്രം, ഇസ്ലാം ഈ അറബി മതത്തിലെ ബഹുദൈവ പേഗൻ മതത്തിലെ മറ്റു ഹുബൽ അടക്കമുള്ള ദുഷാരി അടക്കമുള്ള എല്ലാ ദേവന്മാരെയും മറ്റെല്ലാ ദേവന്മാരും ഉപേക്ഷിച്ചിട്ട് അവരുടെ കൂടെ ആരാധിക്കപ്പെട്ടിരുന്ന അല്ലാഹ് എന്ന് പറയുന്ന ദേവനെ മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കണം എന്നുള്ളതാണ് അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ വിശ്വസിക്കുകയും സ്വദേശം വിടുകയും, അതായത് ഹിജറ ചെയ്യുക, അങ്ങനെ ഹിജറ ചെയ്യുകയും അല്ലാഹിൻ്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരാണ് അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുക എന്ന് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം പിന്നെ വ്യാഖ്യാനിക്കേണ്ടത് ജോസഫ് പാംപ്ലാനി ബിഷപ്പിനും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പം വ്യാഖ്യാനിക്കേണ്ടത് ആരാണ്? ഇസ്ലാം മതഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം കൊടുക്കുന്ന, തഫ്സീറുകൾ എഴുതിയിട്ടുള്ള, ഇപ്പം പുതിയതായിട്ട് ആളുകൾ എഴുതുന്നതല്ല, ഇസ്ലാം മതത്തിലെ പ്രധാനമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന തഫ്സീറുകളുടെയും മുഫസ്സിറീങ്ങളുടെയും അഭിപ്രായമാണ് എന്താണ് അവിടെ ജിഹാദ് എന്ന പദം കൊണ്ട് അവിടെ വിവക്ഷിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ മുഫസ്സിറായി അവകാശപ്പെടുന്ന, മുഹമ്മദിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന, മുഹമ്മദിൻ്റെ സഹാബുക്കളിൽ മുജാഹിദുകളിൽ പ്രധാനിയായിരുന്ന ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ നമുക്ക് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്യമായിട്ട് ബിഷപ്പ് പാംപ്ലാനിക്കും വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. altafsir.com എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ജോർദാനിയൻ ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങോട്ട് പ്രവർത്തിക്കുന്ന വെബ്സൈറ്റാണ്. എല്ലാ തഫ്സീർസിൻ്റെയും നല്ല ഒന്നാന്തരം അറബിയും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും അതിനകത്തുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ആ തഫ്സീറിനകത്ത്, ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിനകത്ത് ഈ സൂറ അൽ ബഖറ പശുവിന്റെ 118-ാം ആയത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ദ ഫോളോയിങ് വാസ് ഓൾസോ റിവീൽഡ് അബൌട്ട്, ഈ ആയത്ത് അവതരിക്കപ്പെട്ടിരിക്കുന്നത് അബ്ദുള്ള ഇബ്നു ജഹിഷ് ആൻഡ് ഹിസ് കമ്പാനിയൻ, അബ്ദുള്ള ഇബ്നു ജഹിഷ് എന്ന് പറയുന്ന അയാളുടെയും അയാളുടെ കൂട്ടുകാരെയും കുറിച്ചാണ്. ലോ ദോസ് ഹു ബിലീവ്, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ അല്ലാഹ് ആൻഡ് ഹിസ് മെസഞ്ചർ, നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുക. ആൻഡ് ദോസ് ഹു ഇമിഗ്രേറ്റ്, നിങ്ങൾ ഹിജറ ചെയ്യുക. ഫ്രം മെക്ക ടു മദീന, നിങ്ങൾ ഹിജറ ചെയ്യുക. ആൻഡ് സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം, ജിഹാദ് ചെയ്യുക. എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇവിടെ സ്ട്രൈവ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുലും പ്രവാചകനിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുലും മാത്രമല്ല, അള്ളാഹുലും പ്രവാചകനിലും വിശ്വസിക്കണം. കാര്യം നമ്മളാണല്ലോ പ്രധാനം. അത് മാത്രമല്ല, മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ ചെയ്യണം, ഇസ്ലാമിക രാജ്യത്തേക്ക് ഹിജറ നടത്തണം. അതുമാത്രം പോരാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദും ചെയ്യണം. സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുക. ഇത്രയും ചെയ്യുന്ന ഒരാളാണ് ഇത്രയും ചെയ്യുന്ന ഒരാൾ എന്തിനെക്കുറിച്ചാണ് അവിടെ
ഈ ജിഹാദ് നടത്തുക, സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുക എന്നതിൻ്റെ വിശദീകരണം പറയുക, സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അല്ലാഹ് ബൈ കില്ലിംഗ് ആൻ അൺബിലീവർ. ഇമ്ര ഇബ്നു അൽ ഹദ്രാമി, ഈ അമർ ഇബ്നു അൽ ഹദ്രാമി എന്ന ഹദ്രാമിയുടെ മകനായ അമർ എന്ന കാഫിറിനെ കൊന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തേണ്ടത്. അങ്ങനെ നടത്തിയ ആ ജിഹാദികൾക്ക്, ആ മുജാഹിദുകൾക്ക് ദീസ് ഹാവ് ഹോപ്പ് ഇൻ അള്ളാഹ്സ് മെർസി, അങ്ങനെ കൊന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കാം. ഒരു കാഫിറായ ഇമ്ര ഇബ്നു അൽ ഹദ്രാമിയെ കൊന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തിയവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും. ഇതാണ് അതിൻ്റെ അർത്ഥമെന്ന് മുഹമ്മദിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് അർത്ഥം വ്യാഖ്യാനിക്കുക. അല്ല പാംപ്ലാനി പിതാവേ, അല്ല ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനി, ഫുൾ ടൈറ്റിൽ തന്നെ അങ്ങ് വിളിച്ചേക്കാം, പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ ആർക്കും. ഇത് താങ്കൾ വ്യാഖ്യാനിക്കുന്ന ജിഹാദിനെ ഇങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവരെ കൊല്ലുന്നതാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ, മറ്റുള്ള മതക്കാരെ നശിപ്പിക്കുന്നതാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വേദനയാകും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കില്ല. താങ്കളെ ആരും അത് വ്യാഖ്യാനിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇസ്ലാം മതത്തിന് പ്രഖ്യാപിത വ്യാഖ്യാതാക്കളുണ്ട്. മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മുഫസ്സിറുകളുണ്ട്, അവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാഫിറുകളെ കൊല്ലുന്നതിനെ ജിഹാദ് എന്ന് തന്നെയാണ് വിളിക്കുന്നതെന്ന് പച്ചക്ക് വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. ഖുർആനകത്ത് അത് എഴുതിയിട്ടുമുണ്ട്. ലോകാവസാനം വരെ ഈ ആയത്ത് പിൻപറ്റേണ്ടവരുമാണ് ഈ പറയുന്ന മുസ്ലിം ജനത. അതുകൊണ്ട് താങ്കളുടെ കഴുത്തിൽ തോളിൽ കൈയിട്ട് നിൽക്കുന്ന, ക്രിസ്മസ് കേക്ക് മുറിക്കാൻ വരുന്ന, അല്ലെ താങ്കളുമായിട്ട് ഈ പറയുന്ന ഇവരുടെ റമദാൻ മുറിക്കാൻ വേണ്ടി ഇഫ്താറിന് വരുന്ന ഈ ചിരിച്ചുകൊണ്ട് വെളുക്കെ നിൽക്കുന്ന ആളുകൾക്ക് അവർ ജിഹാദ് ചെയ്യുക എന്നുള്ളത് അവരുടെ ബാധ്യതയായതുകൊണ്ട് ഇന്നൊരു പക്ഷേ പോലീസും ഗവൺമെന്റും എല്ലാം നമ്മളെ ഇന്ത്യയെ സംരക്ഷിക്കുന്നത് കൊണ്ട് അവർക്ക് അതിനുള്ള പാങ്ങില്ലായിരിക്കാം. പക്ഷെ ഒരു ദിവസം അവർക്ക് അതിനുള്ള പാങ് ഉണ്ടാകും. അന്ന് കഴുത്തിന് നേരെ വാള് വരും. അതല്ലെങ്കിൽ താങ്കൾ ഒരു കുറച്ചു നാള് പിന്നോട്ട് കേരളത്തിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിച്ച വാരിയൻ കുന്നന്റെ കാലത്ത് ഈ എന്തായിരുന്നു ഇവിടെ നടന്നതെന്ന് ഒന്ന് പുറകോട്ട് ഒന്ന് അന്വേഷിച്ചാൽ മതി. അന്വേഷിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ പുറകെ പോകാതെ, കോൺഗ്രസ് ചരിത്രകാരന്മാരുടെ പുറകെ പോകാതെ അന്വേഷിക്കുമ്പോൾ യഥാർത്ഥ ചരിത്രകാരന്മാരുടെ പുറകെ പോകുക. അല്ലെങ്കിൽ ദളിതരുടെ ഏറ്റവും വലിയ വാക്കെന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ വാരിയൻ കുന്നന്റെ ഇസ്ലാമിക രാജ്യസ്ഥാപനത്തെക്കുറിച്ചുള്ള ഹീനമായ വിവരണം, വളരെ കൃത്യമായി അദ്ദേഹം നടത്തിയിട്ടുള്ള ഹീനകൃത്യങ്ങളുടെ വിവരണം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് അത് വായിച്ചു നോക്കിയിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ രണ്ടാമത്, ഇപ്പോൾ നമ്മൾ കണ്ടു ഖുറാനിൽ ജിഹാദ് എന്നതുകൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത്, ഖുറാനിൽ ജിഹാദ് എന്ന പദം കൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ഒരു കാഫിറിനെ കൊന്നതിനെയാണ് ജിഹാദ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്ന പണിയാണ് ജിഹാദ്. കാഫിറിനെ കൊന്നുകൊണ്ട് ജിഹാദ് ചെയ്താൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുമെന്ന് വളരെ കൃത്യമായിട്ട് ആ ഖുർആൻ ആയത്തിൽ പറയുന്നു. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. ഖുർആനിലെ സൂറ 9:81, സൂറത്ത് തൗബയുടെ 81-ാമത്തെ ആയത്ത്. യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ, അത് മലയാളത്തിൽ കൃത്യമായിട്ട് ബ്രാക്കറ്റിൽ യുദ്ധത്തിന് പോകാതെ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ബ്രാക്കറ്റൊക്കെ ഈ മലയാളി തർജ്ജമക്കാരുന്ന കേട്ടോ, അത് ഖുറാനകത്തുള്ളതല്ല. മലയാളി അമാനിയല്ലല്ലോ, നമ്മുടെ ഒരു തങ്ങളുടെ തർജ്ജമയാണ് ഞാൻ വായിക്കുന്നത്. യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കൽപ്പനയ്ക്കെതിരായുള്ള അവരുടെ ഇരുത്തത്തിൽ സന്തോഷം പൂണ്ടു. തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. യുദ്ധത്തിന് പോകാതിരുന്നവരെ കുറിച്ച് പറയുക, അവർ ശരീരം കൊണ്ടും സ്വത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ജിഹാദ് എന്താണ്? കാഫിറുകളെ കൊല്ലാൻ യുദ്ധത്തിന് പോകുന്നതാണ് ഇസ്ലാമിലെ ജിഹാദ്. യുദ്ധത്തിന് പോകാത്തവർ ജിഹാദ് ചെയ്യാനാണ് ഇഷ്ടപ്പെടാത്തത്. യുദ്ധത്തിന് ശരീരം ഉപയോഗിക്കാത്തവർ ജിഹാദിന് വേണ്ടി ശരീരം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. യുദ്ധത്തിന് വേണ്ടി സമ്പത്ത് കൊടുക്കാത്തവർ ജിഹാദിന് വേണ്ടി സമ്പത്ത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അള്ളാഹ് ഈ ഖുർആനകത്ത് പറയുന്നത്. മുഹമ്മദ് അല്ലല്ലോ പറയുന്നത്, അള്ളയാണെന്നാണല്ലോ വെപ്പ്. എന്താണെങ്കിലും മുഹമ്മദ് അഥവാ അള്ളാഹ് ഇവിടെ പറയുന്നത് യുദ്ധം എന്ന് പറഞ്ഞാൽ കാഫിറുകൾക്കെതിരെയുള്ള യുദ്ധമാണ് ജിഹാദ് എന്ന് സൂറ 9:81 പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വ്യാഖ്യാനിച്ചാലോട്ടോ, ഇതെല്ലാം സെബാസ്റ്റ്യൻ മുന്നക്കൽ മുസ്ലിം ആണെന്നൊക്കെ വ്യാഖ്യാനിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് വരരുത്. ഞാൻ മുസ്ലിം അല്ല, ഇത് വ്യാഖ്യാനിച്ചിട്ടുള്ള ആളുകളുണ്ട്, നമുക്ക് എടുത്തു നോക്കാം. ഇതേ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ, ഏറ്റവും വലിയ മുഫസ്സിറായ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ എടുത്തു നോക്കും. ദോസ് ഹു വെർ ലെഫ്റ്റ് ബിഹൈൻഡ് റിജോയ്സ്, യുദ്ധത്തിന് പോകാതെ പിന്മാറി സന്തോഷിച്ചിരുന്നവർ.
ദ ഹിപ്പോക്രൈറ്റ്സ്, അവരെ വിളിക്കുന്ന മുനാഫിക്കുകൾ എന്നാണ്, കപടവിശ്വാസികൾ എന്നാണ്. ഇസ്ലാം മതത്തിന്റെ ഭാഗമായിട്ടും യുദ്ധത്തിന് പോകാതെ, കാഫറുകളെ കൊല്ലാൻ നടക്കാതെ, കാഫറുകളുമായിട്ട് സൗഹൃദത്തിൽ പോകുന്നവർ കള്ളന്മാരാണ്, കള്ളവിശ്വാസികളാണെന്നാണ്, മുനാഫിക്കുകൾ, ഹിപ്പോക്രൈറ്റ്സ് ആണെന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ദേ വർ പ്ലീസ്ഡ് അറ്റ് സിറ്റിംഗ് സ്റ്റിൽ, യുദ്ധത്തിന് പോകുന്നത് ഇഷ്ടപ്പെടാതെ, ദേ ആർ നോട്ട് റിജോയ്സിങ് ഇൻ ദ വാർ, അവരെ യുദ്ധത്തിന് പോകാതെ, ഇഷ്ടപ്പെടാതെ അവർ അവിടെ ചുമ്മാ ഇരിക്കുകയാണ്. ആൻഡ് സ്റ്റേയിങ് ബിഹൈൻഡ് ആൻഡ് നോട്ട് ജോയിനിങ് ദ ബാറ്റിൽ ഓഫ് തബൂക്ക്. തബൂക്ക് യുദ്ധത്തിന് പോകാത്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തവർ ബ്രാക്കറ്റിൽ യുദ്ധത്തിന് പോകാതെ പിന്മാറി സന്തോഷിച്ചിരുന്നവർ എന്ന് എഴുതാനുള്ള കാര്യം. അപ്പോൾ തബൂക്ക് യുദ്ധത്തിൽ കാഫറുകളെ കൊല്ലാൻ പോയതിനെ എന്താണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്? ഖുർആൻ വിശേഷിപ്പിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടത്തുന്ന ജിഹാദാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ വായിച്ച ആയത്ത് എന്താണ്? പിന്മാറിയിരുന്നവർ അള്ളാഹുവിൻ്റെ ദൂതന്റെ കൽപ്പനയ്ക്കെതിരായുള്ള അവരുടെ ഇരുത്തത്തിൽ സന്തോഷം പൂണ്ട് തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. എന്തായിരുന്നു അവർ ഇഷ്ടപ്പെടാവുന്ന ജിഹാദ്? തബൂക്ക് യുദ്ധത്തിന് പോവുക, കാഫറുകളെ കൊല്ലുക എന്നുള്ളതായിരുന്നു അവർ ഇഷ്ടപ്പെടാവുന്ന ജിഹാദ്. അന്നും ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചില തലക്ക് വെളിവുള്ളവർ. പക്ഷേ അവരെ വിളിക്കുന്നത് അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല, അവർ മുനാഫിക്കുകളാണ്, കപടവിശ്വാസികളാണ്, അവർക്ക് പണിഷ്മെന്റ് കൊടുക്കണം എന്നാണ്, അവർക്ക് സ്വർഗം കിട്ടില്ല, അവർ ഇസ്ലാം മതത്തിന്റെ ഭാഗമല്ല എന്നാണ് മുഹമ്മദ് അഥവാ അള്ളാഹ് ഈ പറയുന്ന ഖുർആൻ ആയത്തിലൂടെ പറയുന്നത് എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നത് സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പോ, ഡോക്ടർ ബിഷപ്പ് പാംപ്ലാനിയോ അല്ല. വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇബ്നു അബ്ബാസ് എന്ന മുഹമ്മദിന്റെ കൂടെ ജീവിച്ചിരുന്ന മുഹമ്മദിന്റെ സഹാബത്തിലെ പ്രമുഖനാണ്, മുജാഹിദാണ് ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്റിൽ ഓഫ് തബൂക്ക്, തബൂക്ക് യുദ്ധം എന്ന് പറയുന്ന യുദ്ധത്തിന് പോകുന്നത് ഒരു ജിഹാദായിട്ടാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി സൂറ തഹ്രീം, 66-ാമത്തെ സൂറത്ത് തഹ്രീമിലെ 9-ാമത്തെ ആയത്ത്, അല്ലയോ നബി, കാഫറുകളോടും കപടവിശ്വാസികളോടും നീ ജിഹാദ് ചെയ്യുകയും അവരോട് നീ പരുഷമായി പെരുമാറുകയും ചെയ്യുക. ഇതിനകത്ത് പറയുന്ന കാഫിറുണ്ടല്ലോ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത എല്ലാവനും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കാഫിറാണ്. ഈ കാഫിറാണ് ഈ ഇരിക്കുന്ന ലോഹയിട്ടാലും ഡോക്ടർ ബിഷപ്പ് പാംപ്ലാനിയും ലോഹയിടാത്ത സെബാസ്റ്റ്യൻ മുന്നക്കലും ഇനി ഇത് രണ്ടും ഇടാതെ ജുബ്ബയിട്ട് നടക്കുന്ന പാസ്റ്റർ അനിൽ കൊടുത്തോട്ടവും മുണ്ട് ഷർട്ട് കൊടുത്ത് നടക്കുന്ന അനിൽകുമാർ അയ്യപ്പനും ഇവരെല്ലാവരും കാഫിറാണ് ഇസ്ലാമിന്റെ കണ്ണിൽ. എന്തിന്? നമ്മുടെ നരേന്ദ്രമോദി ആയാലും ശരി, ഇനി പോട്ട മുണ്ടെടുത്ത മോഡി പിണറായി വിജയനാണെങ്കിലും ശരി, മരുമോനൊഴിച്ച് അവരെല്ലാവരും ആരാണ്? കാഫിറാണ് ഇസ്ലാമിന്റെ കണ്ണിൽ. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത, ഈ അറേബ്യൻ പേഗൻ ദൈവത്തിൽ വിശ്വസിക്കാത്ത, ഈ അറേബ്യൻ പേഗൻ ദൈവമായിരുന്ന അല്ലാഹ് അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കാത്ത, ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഖുറൈശി അറേബ്യൻ ദേവന്റെ പ്രവാചകനായിട്ട് അംഗീകരിക്കാത്ത എല്ലാവരും ഇസ്ലാമിന്റെ കണ്ണിൽ അവിശ്വാസികളാണ്, കാഫിറുകളാണ്. അങ്ങനെയുള്ള കാഫിറുകളോട് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയോട് എന്ത് ചെയ്യണമെന്നാണ് ഖുർആൻ അനുശാസിക്കുന്നത്? നീ ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യണം. നീ അവരോട് ജിഹാദ് ചെയ്യണം, നീ അവരോട് ക്രൂരമായി പെരുമാറണം. അപ്പോൾ ജിഹാദ് എന്താണെന്ന് അറിയേണ്ട ബാധ്യത കാഫിറുകളായ നമുക്കുണ്ട്. കാര്യം നമ്മളോട് മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ജിഹാദ്. ഡോക്ടർ ജോസഫ് പാംപ്ലാനിയോട്, മാർപ്പാപ്പയോട്, ഇവിടുത്തെ ഏത് സിനഡ് കമ്മിറ്റി ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പും കർദിനാളും ആരൊക്കെയാണെന്നൊക്കെ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും അവരെല്ലാവരോടും ജിഹാദ് ചെയ്യേണ്ട ബാധ്യത ഒരു മുസ്ലിമിനുണ്ട്. കാര്യം അവരെല്ലാവരും ആലഞ്ചേരി ആണെങ്കിലും വിമതനാണെങ്കിലും വിമതനല്ലാത്തവനാണെങ്കിലും ജനാഭിമുഖ കുർബാന നടത്തിയാലും തിരിഞ്ഞിന്ന് കുർബാന നടത്തിയാലും എങ്ങനെ നടത്തിയാലും അവരുടെ കണ്ണിൽ ഈ പറയുന്ന ക്രൈസ്തവരെല്ലാം ആരാണ്? കാഫിറുകളാണ്. ആ കാഫിറുകളോട് ജിഹാദ് ചെയ്യുകയും പരുഷമായി പെരുമാറുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. ആ വേദഗ്രന്ഥത്തിൽ പറയുന്ന ആ ജിഹാദിനെ ക്രൈസ്തവൻ വ്യാഖ്യാനിക്കരുത്, അങ്ങനെ മറ്റൊരു മതത്തെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ വ്യാഖ്യാനിക്കില്ല എന്ന് പറയാൻ താങ്കൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇത് ഇസ്ലാം മതത്തിലെ ഗ്രന്ഥം തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പരുഷമായി പെരുമാറി ജിഹാദ് ചെയ്യണമെന്ന്. അതിന് നമ്മൾക്ക് ഒരു വാക്യം കൂടെ ഉണ്ട്. ഇത് ഈ അള്ളാഹു ആയത്ത് കൊടുത്തപ്പോഴേ മുഹമ്മദ് അങ്ങനെ ആയത്ത് കൊടുത്തു വന്നപ്പോൾ ഇച്ചിരി ഡിമെൻഷ്യയെ കൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പുള്ളി മറന്നുപോയി, തഹ്രീമി കൊടുത്തത് മറന്നുപോയിട്ട് പുള്ളി ഒന്നുകൂടെ അങ്ങ് കൊടുത്തു. 9-73 ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു. നബിയെ കാഫിറുകളോടും കപടവിശ്വാസികളോടും ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും സെയിം വാക്യം തന്നെ ഒന്ന് മാറിപ്പോയത് ഒരു കയ്യപ്പത്താരും നാറ്റിക്കണ്ട. ഒക്കെ നമുക്ക് അതിൻ്റെ തഫ്സീർ എടുക്കാം. മലയാളി ഇമാമായിരുന്ന ഇമാം അമാനി മൗലവി
അതിന് കൊടുത്തിരിക്കുന്ന തഫ്സീർ അമാനി മൗലവിയുടെ സൂറത്ത് തൗബയുടെ തഫ്സീർ എടുത്താൽ പേജ് നമ്പർ 1988. ഡോക്ടർ ബിഷപ്പ് പാംപ്ലാനിക്ക് ഈ ബുക്ക് വേണേൽ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, 1988 പേജിൽ ഈ സൂറത്ത് തൗബയുടെ ഈ ആയത്തിന് കൊടുത്തിരിക്കുന്ന അവിശ്വാസികളോട് ജിഹാദ് ചെയ്യുക എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം നമുക്കൊന്ന് വായിച്ചു നോക്കാം. സമരം ചെയ്യുക, അതായത് എന്നർത്ഥം കൽപ്പിക്കപ്പെടുന്ന ജാഹിദ് എന്ന ക്രിയയുടെ ധാതുരൂപം ജിഹാദ് എന്നും ഇത് കോട്ട് ചെയ്താണ് നമ്മുടെ പാലാ ബിഷപ്പ്, കല്ലറങ്ങാട്ട് ബിഷപ്പ്, പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞത് ഈ അമാനി മൗലവിയുടെ തഫ്സീർ കോട്ട് ചെയ്ത ജാഹിദ് എന്ന ക്രിയയുടെ ധാതുരൂപമാണ് ജിഹാദ് എന്നും മുജാഹദത്ത് എന്നും വരും. ഇതിന് ഇമാം റാഗിബ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് ജിഹാദിന്റെ അർത്ഥം എന്താ? സമരം ചെയ്യാന്നൊക്കെ ഒരു മലയാളത്തിലേക്ക് നമ്മളെ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി പറയും. ജിഹാദ്, ദാറ്റ്സ് ഇറ്റ്. മുജാഹിദ്, ജിഹാദ് ചെയ്യുന്നവൻ. ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ജിഹാദ് തന്നെ. അതിന്റെ അർത്ഥം എന്താണെന്ന് ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കേട്ടു നോക്കാം. ശത്രുവെ ചെറുക്കുന്നതിൽ കഴിവ് മുഴുവൻ വിനിയോഗിക്കൽ എന്നാകുന്നു ജിഹാദ് എന്നതിന്റെ അറബി അർത്ഥം. ശത്രുവെ നമ്മൾ തോൽപ്പിക്കുന്നതിന് കഴിവ് മുഴുവൻ വിനിയോഗിക്കുക. അതല്ലാതെ അയ്യോ ജിഹാദ്, മുസ്ലിങ്ങളുടെ ജിഹാദ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്ന് ക്രിസ്മസ് കേക്ക് തരുന്നതാണച്ചോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ബിഷപ്പെ പറ്റിക്കുകയാണ്. ഇവന്മാരുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ശത്രുവിനെ ചെറുക്കുന്നതിൽ കഴിവ് മുഴുവൻ പ്രയോഗിക്കണം. ഓക്കെ, ജിഹാദ് പ്രത്യക്ഷത്തിലുള്ള ശത്രുവിനോടും പിശാചിനോടും സ്വന്തം ദേഹത്തോട് എന്നിങ്ങനെ 3 തരത്തിലുണ്ടാകാമെന്ന് ഖുറാനി പറഞ്ഞിട്ടുള്ളതല്ല. 3 തരത്തിൽ ഇങ്ങനെ ജിഹാദ് ഉണ്ടാകാമെന്ന് സഹാബക്കൾ പറഞ്ഞിട്ടുള്ളതല്ല. 3 തരത്തിൽ ഇങ്ങനെ പറയാമെന്ന് ഇമാം റാഗിബ് എന്ന് പറയുന്ന പിൽക്കാലത്ത് വന്നൊരു പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് പറയാൻ കാരണമുണ്ട്, അതുകൊണ്ട്. ഓക്കെ, ഇനി ഖുറാൻ വാക്യങ്ങളും നബിവചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് എന്താ? ദേഹം കൊണ്ടും ധനം കൊണ്ടും കൈകൊണ്ടും നാവ് കൊണ്ടും ജിഹാദ് ഉണ്ടാകാം. ഓക്കെ, ഇനി താഴേക്ക് വായിച്ചാൽ അവിശ്വാസികളോടുള്ള സമരത്തിൽ, അതാണ് നമ്മളെ ബാധിക്കുന്നത്. അവിശ്വാസി, കാഫിർ, ഞാൻ, പാംപ്ലാനി, മാർപ്പാപ്പ, എല്ലാവരും, മേജർ ആർച്ച് ബിഷപ്പും കർദിനാളും എല്ലാവരും ആരാണ്? അവിശ്വാസികൾ, കാഫിർ. അപ്പൊ കാഫിറുകളോടുള്ള സമരത്തിൽ, കാഫിറുകളോടുള്ള ജിഹാദിൽ ധർമ്മയുദ്ധമാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ജിഹാദ് എന്ന പദം കാഫിറുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം യുദ്ധമാണ്. കൂട്ടത്തിൽ നമ്മന്റെ മതക്കാർ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് അതിന് ധർമ്മയുദ്ധം എന്നൊരു പേരങ്ങ് ഇട്ടാൽ അങ്ങ് നമ്പൂതിരിയാവും എന്നാണ് ഇവരുടെ വിചാരം. എൻ്റെ പൊന്നണ്ണ, ധർമ്മം എന്ന് കേട്ടാൽ യുദ്ധമല്ലാതാകുന്നില്ല. നിങ്ങൾക്കത് ധർമ്മയുദ്ധമായിരിക്കും, നാട്ടുകാർക്ക് അത് കഴുത്തിന് മേലേക്ക് വരുന്ന വാളാണ് എന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് മടി കാണിക്കണ്ട. അപ്പോൾ യുദ്ധം ഞമ്മന്റെ മതക്കാർ നടത്തുന്നതായതുകൊണ്ട് അതിനെ ധർമ്മയുദ്ധം എന്നങ്ങോട്ട് വിളിക്കും. ഞമ്മന്റെ മതക്കാർ വ്യഭിചാരം ചെയ്താൽ അതിനെ നിക്കാമുത്ത എന്നങ്ങോട്ട് വിളിക്കും. അതൊക്കെയാണ് നമ്മുടെ സാധാരണ ഒരു നടപടിക്രമം. നമ്മളുടെ വ്യഭിചാരത്തിനെ ആയിരിക്കും നമ്മളൊരു പേരിട്ടങ്ങ് വിളിക്കും. അത് തന്നെ. അതായത് നമുക്കിപ്പോൾ പന്നി ഹറാമാണെങ്കിൽ പന്നീനെ മത്തിക്കറി എന്ന് പേരിട്ട് വിളിച്ചിട്ട് നമുക്ക് കഴിക്കാം, നോ പ്രോബ്ലം. അതാണ് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതൊക്കെ നമുക്ക് പല പ്രാവശ്യം എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അവിശ്വാസികളോടുള്ള സമരത്തിൽ ധർമ്മയുദ്ധമാണ് പ്രധാനമായ ഉദ്ദേശം. യുദ്ധം ചെയ്യലാണ്. കപടവിശ്വാസികളോടുള്ള ജിഹാദിൽ യുദ്ധം ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഞമ്മന്റെ മതക്കാരിൽ ഇച്ചിരി വഴിമാറി നടക്കുന്ന ടീമുകളുണ്ടല്ലോ, അയ്യോ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, കാഫിറുകളെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്ന മുസ്ലിങ്ങളില്ലേ, അവരോട് ജിഹാദ് ചെയ്യണം. പക്ഷെ അവിടെ ഞമ്മന്റെ മതത്തിന്റെ പേര് പെട്ടവനാണെങ്കിൽ, അവന്റെ പേര് അഷറഫ് എന്നാണെങ്കിൽ യുദ്ധം പാടില്ല കേട്ടോ. അവനോട് ന്യായങ്ങളും തെളിവുകളും നിരത്തിക്കാട്ടുക, സത്യവിരുദ്ധമായ വാദങ്ങളെ ഖണ്ഡിക്കുക, നിയമ നടപടികളെ എടുക്കുക. അതായത് ചാട്ടവാറിനടിക്കുക, കൈവെട്ടിക്കളയുക, കാല് വെട്ടിക്കളയുക, അതാണ് ഇവരുടെ നിയമ നടപടികൾ. അതും നമുക്ക് താഴേക്ക് എടുക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മന്റെ മതത്തിൽപ്പെട്ടവരെങ്ങാനും കാഫറിനെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ, യുദ്ധം ചെയ്യാൻ പാടില്ല. ഞമ്മന്റെ മതത്തിൽ പെടാത്ത പാംപ്ലാനി ആണെങ്കിൽ അവിശ്വാസിയാണോ, അവനോടുള്ള ജിഹാദ് ധർമ്മയുദ്ധമാണ്, അതായത് വാളെടുത്തുള്ള യുദ്ധമാണെന്ന് സാരം. അതേ സമയത്ത് സത്യവിശ്വാസികളോട് പാർശ്വം താഴ്ത്തി സൗമ്യമായ രീതിയിൽ പെരുമാറണമെന്ന് നബിയോട് ഉപദേശിച്ചിരിക്കുന്നു. അതേസമയം സത്യവിശ്വാസികൾ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ, അതാണല്ലോ ഇവരുടെ സത്യവിശ്വാസികൾ. ഇസ്ലാം മതത്തിൽ പറയുന്ന സത്യവിശ്വാസികൾ മുസ്ലിങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അസത്യവിശ്വാസമാണെങ്കിൽ അവർക്ക് സത്യവിശ്വാസമാണെന്നാണല്ലോ അവരുടെ വാദം. ഓക്കെ, എന്താണെങ്കിലും എന്നെ തന്നെ ഞാൻ വിളിക്കുന്ന വിമൽകുമാർ എന്നാണേ, അത് നിങ്ങൾ ഓർക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇസ്ലാം മതത്തിലെ വിശ്വാസികൾ, അതായത് മുസ്ലിങ്ങൾ പരസ്പരം പാർശ്വം താഴ്ത്തി സൗമ്യമായ രീതിയിൽ പെരുമാറണമെന്നും അതേ സമയത്ത് അവിശ്വാസികളോടും ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയോടൊരു മുസ്ലിം എങ്ങനെ പെരുമാറണം, പരുഷമായി പെരുമാറണമെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ചോ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ക്രിസ്മസ് കേക്ക് കൊണ്ടുവന്നങ്ങ് തരുമ്പോഴേ ഇങ്ങനെ ചിരിക്കണമെങ്കിലും പോടാ എന്ന് പറഞ്ഞിട്ട്
ഈ സലിംകുമാർ ഒരു സിനിമയുടെ പറഞ്ഞ പോലെ എന്നെ മോനെ എന്ന് വിളിച്ചു. അയ്യോ അങ്ങനെ വിളിച്ചു അല്ല, അതിനപ്പുറത്തെ വേറെ ചില പദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇവന്മാരുടെ ആറ്റിറ്റ്യൂഡ്. അതായത് ഇവര് ചിരിച്ചുകൊണ്ടാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ ശപിച്ചുകൊണ്ട് ആ കേക്ക് തന്നില്ലെങ്കിൽ അവർ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തായി മുനാഫിക്കായി മാറുമെന്നാണ് ഇസ്ലാം മതത്തിലെ പ്രമാണം പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്, അതിന്റെ വിശദീകരണങ്ങളായ തഫ്സീറുകൾ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമിനോട് മാത്രമേ ഒരു മുസ്ലിം പാർശ്വം താഴ്ത്തി സൗമ്യമായി ഇടപെടാൻ പാടുള്ളൂ. ഒരുവൻ ഒരു കാഫിറാണെങ്കിൽ, ഒരു ബിഷപ്പാണെങ്കിലോ ഒരു പോപ്പാണെങ്കിലോ ഒരു സാധാരണ ഒരു അൽമായനാണെങ്കിലോ അവൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാൾ അവനോട് ഇടപെടേണ്ടത് പരുഷമായിരിക്കണം, ഒരു ക്രൂരമായിട്ട് ഇടപെടണം എന്നാണ് ഇസ്ലാം മതം മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ നന്മയായിട്ട് ഇടപെട്ടാൽ അവരവരുടെ പ്രവാചകന് പറയുന്നതിന് തുല്യമാണ്. ബൈ പ്രവാചക, ഞാൻ ഇസ്ലാം മതം വിട്ടു, ഞാനങ്ങ് ബ്ലഡി എക്സ് മുസ്ലിമായി എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരുവനോട് സ്നേഹം കാണിക്കുന്നത്. അപ്പോൾ അച്ഛന് കേക്കുമായിട്ട് അരമനെ കയറി നിറങ്ങുന്ന കോയമാരോട് ഒരു കാര്യം ചോദിക്കുക, അല്ലയോ കോയ, താങ്കൾ ഇസ്ലാം മതത്തിലെ പ്രവാചകനെയൊക്കെ തള്ളിക്കളഞ്ഞ് എക്സ് മുസ്ലിം ആയിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അല്ലെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നച്ചോ ഡോർ അടച്ചിട്ട് ബായ മക്കളെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് വലുത് എന്നെങ്കിലും ഉത്തരം പറയുകയാണ് വേണ്ടത്. കാര്യം ഒരുവൻ ഇസ്ലാം മതസ്ഥനാണെങ്കിൽ, അവൻ ഇസ്ലാം മതം ജീവിക്കുന്നവനാണെങ്കിൽ അവൻ ക്രിസ്ത്യാനിയോട് സൗഹൃദത്തിൽ പെരുമാറാൻ പാടില്ല. അങ്ങനെ പെരുമാറില്ല, അത് കപടമാണ്, അത് വഞ്ചനയാണ്, അങ്ങനെ പെരുമാറാൻ അവർക്ക് പാടില്ല. അവരങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അവൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടുണ്ടാവണം. അപ്പോൾ വരുന്ന ചിരിച്ചു കാണിക്കുന്നവരോട് അത് ചോദിക്കാനുള്ള ബാധ്യത ഒരു സാധാരണക്കാരനോട് ഒരുപക്ഷെ അത് ചോദിക്കത്തില്ല, കാര്യം അവർക്ക് മതം അറിയത്തില്ല. പക്ഷേ ഒരു മതപണ്ഡിതനായ താങ്കൾ മറ്റൊരു മതപണ്ഡിതൻ താങ്കളെ കാണാൻ വരുമ്പോൾ അത് ചോദിക്കേണ്ട ബാധ്യത താങ്കൾക്കുണ്ട്. കാര്യം അത് മതപണ്ഡിതനാ വചനം അറിയോ, ഒരു സാധാരണ മുസ്ലിമിന്റെ ഒരു ഈ വാക്യമോ ഈ ആയത്തോ ഈ തഫ്സീറോ അറിഞ്ഞിട്ടല്ല അവൻ മുസ്ലിമായി, അവന്റെ അപ്പൻ മുസ്ലിമായി, അവനും മുസ്ലിമായി, ദാറ്റ്സ് ഓൾ. പക്ഷേ ഒരു മതപണ്ഡിതൻ അങ്ങനെയല്ല, അവൻ അറിഞ്ഞു പഠിച്ചു മതം വിശ്വസിക്കുന്നവനാണ്. ഒരു താങ്കളെ കാണാൻ വന്നാൽ അത് അവൻ അറിഞ്ഞു പഠിച്ചു മതം വിശ്വസിച്ചവനാണ്. അവൻ ഈ ആയത്തും കൂടെ വിശ്വസിച്ചിട്ടാണ് അവൻ മുസ്ലിമായിട്ട് മീശ പഠിച്ച് താടിയും വളർത്തി നടക്കുന്നത് എന്ന ബോധം താങ്കൾക്കുണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഇതിന് തന്നെ മറ്റൊരു തഫ്സീർ നമുക്ക് കിടക്കുക, ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ. ഈ സൂറത്ത് തഹ്രീമിലും ഈ തൗബയിലുമുള്ള ആയത്ത് ഒന്ന് തന്നെയാണ്. അവിശ്വാസികളോട് എങ്ങനെയാണ് ജിഹാദ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നത്. അതിന് തഫ്സീർ ഇബ്നു അബ്ബാസ് എന്ന മുഫസ്സിർ അതിന് തഫ്സീർ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓ പ്രോഫറ്റ്, അല്ലയോ പ്രവാചക, സ്ട്രൈവ് അഗൈൻസ്റ്റ് ദ ഡിസ്ബിലീവേഴ്സ്, കാഫിറുകൾക്കെതിരെ അവിശ്വാസികൾക്കെതിരെ നീ ജിഹാദ് ചെയ്യുക. The disbelievers of Makkah with the sword until they accept the faith. അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ മക്കയിലെ കാഫറുകളോട് നീ ജിഹാദ് ചെയ്യണം. എന്ത് വെച്ച്? വിത്ത് ദ സ്വേർഡ്, വാള കൊണ്ട് നീ ജിഹാദ് ചെയ്യണം. പല മുസ്ലിങ്ങളും പറഞ്ഞു നടക്കാറില്ലേ, ഞങ്ങളുടെ പ്രവാചകൻ ആരെയും നിർബന്ധിച്ച് മതം മാറ്റിയിട്ടില്ല. എന്റെ പൊന്നണ്ണന്മാർ ഇങ്ങനെയൊക്കെ നുണ പറയരുത്. നിങ്ങളുടെ പ്രവാചകൻ അങ്ങനെ മാത്രമാണ് മതം മാറ്റിയതെന്നും പ്രവാചകന്റെ കൂടെ ഉപ്പും ചോറും നിന്ന് നടന്ന സഹാബത്തിൽപ്പെട്ട മുജാഹിദ് ആയിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന ഇബ്നു അബ്ബാസ്, ഇവര് തന്നെ ഏറ്റവും വലിയ മുഫസ്സിറാണ് എന്ന് പറയുന്ന ഇബ്നു അബ്ബാസ് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാഫറുകളോട് ജിഹാദ് ചെയ്യണം, അത് വാളുപയോഗിച്ചാവണം. എപ്പോൾ വരെ ജിഹാദ് ചെയ്യണം? എപ്പോൾ വരെ വാളുപയോഗിച്ച് അവരെ ആക്രമിക്കണം? ഒന്നേ തട്ടിപ്പോകുന്നവർ, അവർ കൊല്ലപ്പെടുന്നവർ, അല്ലെങ്കിൽ അവർ ആക്സെപ്റ്റ് ദ ഫെയ്ത്ത്, അവർ ഇസ്ലാം മതത്തിലേക്ക് മതം മാറുന്നത് വരെ ജിഹാദ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ ബിഷപ്പ് ജോസഫ് പാംപ്ലാനി, താങ്കൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരിക്കുന്ന അത്രയും സമയം താങ്കൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ സാധാരണ പോലെ മരിക്കുകയോ അല്ലെങ്കിൽ താങ്കൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുകയോ ചെയ്യുന്നത് വരെ ജിഹാദ് എന്ന പദത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാനല്ലെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാര്യം അത് നമ്മുടെ ഭാവിയുടെ ഭാഗമാണ്. കാര്യം ഇസ്ലാം മതസ്ഥരെ പഠിപ്പിക്കുന്നത് അവർ ജിഹാദ് ചെയ്തിരിക്കണം കാഫറുകളോട്. എപ്പോൾ വരെ? ഒരു കാഫിറ ഇസ്ലാമായി തീരുന്നത് വരെ ജിഹാദ് ചെയ്തിരിക്കണം എന്നാണ് ഇസ്ലാം മതം അവരെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ഇമാം തഫ്സീർ അൽ ജലാലയിനകത്ത് ഇമാം അൽ സുയൂത്തി കൊടുത്തിരിക്കുന്ന അർത്ഥം കൂടി നിങ്ങൾ കണ്ടോളൂ. ഓ പ്രോഫറ്റ്, സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഡിസ്ബിലീവേഴ്സ് വിത്ത് ദ സ്വോർഡ് ആൻഡ് ഹിപ്പോക്രൈറ്റ്സ് വിത്ത് ദ ടങ്. കാഫറുകളോട് എങ്ങനെ ജിഹാദ് ചെയ്യണം? വിത്ത് ദ സ്വേർഡ്, വാള് കൊണ്ട് ജിഹാദ് ചെയ്യണം എന്ന് സെബാസ്റ്റ്യൻ പുന്നക്കൽ വ്യാഖ്യാനിച്ചതല്ല, അമാനി മൗലവി വ്യാഖ്യാനിച്ചതാണ്, ഇമാം റാഗിബ് വ്യാഖ്യാനിച്ചതാണ്, ഇമാം അൽ സുയൂത്തി തഫ്സീർ അൽ ജലാലയിനകത്ത് ക്ഷമിക്കണം, മറ്റുള്ളവരെല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തത് വേറെ ആയിരിക്കും ക്ലബ് ഹൗസിൽ. ഓക്കെ, അപ്പോൾ ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് സെബാസ്റ്റ്യൻ പുന്നക്കലോ ഡോക്ടർ ജോസഫ് പാംപ്ലാനിലോ. അപ്പൊ ജിഹാദ് എന്നത് മറ്റന്യ മതസ്ഥരെ, ഇസ്ലാം മതസ്ഥരെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ക്രൈസ്തവരുടെ ഇതല്ലെന്ന് പറഞ്ഞാൽ
എൻ്റെ പൊന്നച്ചവും നമ്മൾ വ്യാഖ്യാനിക്കേണ്ട അവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: കാഫറുകൾ മതം മാറുന്നവർ അവരെ കൊല്ലുക, അവരോട് യുദ്ധം ചെയ്യുക, ആ കാഫറുകളോട് വാളുപയോഗിച്ച് യുദ്ധം ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുക, ക്രൂരമായി ഇടപെടുക. ഇതൊക്കെയാണ് ജിഹാദിന്റെ ഭാഗമായിട്ട് ഒരു മുസ്ലിം ചെയ്യേണ്ടത് എന്ന്. ഇനി ഇബ്നു കസീർ സൂറത്ത് 66:9 സൂറത്ത് തഹ്രീമിന്റെ ഇബ്നു കസീറിന്റെ തഫ്സീർ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഖുറാൻ.com കയറിയ ഫ്രീ ആയിട്ട് എല്ലാ പുസ്തകം മൊത്തത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആർക്കും വേണമെങ്കിലും വായിച്ചു വെക്കാവുന്നേ ഇബ്നു കസീറിന്റെ തഫ്സീർ. അതിനകത്ത് പറയാം, അള്ളാഹ് എക്സോൾട്ടഡ് ഓർഡേഴ്സ്, ഉന്നതനായ അള്ളാഹു ഇപ്രകാരം കൽപ്പിക്കുന്നു, ഹിസ് മെസഞ്ചർ ടു പെർഫോം ജിഹാദ് അഗൈൻസ്റ്റ് ഡിസ്ബിലീവേഴ്സ്. പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, എന്ത് ചെയ്യണം? നിങ്ങൾ ജിഹാദ് ചെയ്യണം, കാഫറുകളോട് ജിഹാദ് ചെയ്യണം. ആൻഡ് ഹിപ്പോക്രൈറ്റ്സ്, മുനാഫിക്കുകളോടും. ദ ഫോർമർ വിത്ത് ദ വെപ്പൺസ്, കാഫറുകളോട് എന്ത് വെച്ച് ജിഹാദ് ചെയ്യണം? ആയുധങ്ങൾ കൊണ്ട് ജിഹാദ് ചെയ്യണം. കാഫറുകളോട് ജിഹാദ് ചെയ്യേണ്ടത് ആയുധങ്ങൾ കൊണ്ടാണ് എന്നാണ് ഖുറാൻ കൃത്യമായി പഠിപ്പിക്കുന്നതെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ, അത് മലയാളിയായ മാനി മൗലവി ആയാലും അറബിയായ ഇബ്നു കതീർ ആയാലും ഇനിയിപ്പോൾ മുഹമ്മദിന്റെ കൂടെ നടന്ന സഹാബിയായിരുന്ന ഇബ്നു അബ്ബാസ് ആയാലും ഇമാം അൽ സുയൂത്തി ആയാലും ആരായാലും ഇവരെല്ലാം ഇസ്ലാം മതം ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ഒരുപോലെ പറയുന്ന കാര്യമാണ്: കാഫറുകളോട് ജിഹാദ് ചെയ്യുന്നത് വാളുകൊണ്ടായിരിക്കണം എന്ന്. ഇനി അപ്പോൾ പല മുസ്ലിങ്ങളും പഠിച്ചു വെക്കുന്ന പല കപട വാദങ്ങളുണ്ട്. പലരും പറയും, അയ്യോ ജിഹാദ് പല ടൈപ്പ് ഉണ്ട്. ഏത് ടൈപ്പാണെങ്കിലും കാഫിറിനോടുള്ള ജിഹാദ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ ജിഹാദ് എന്ന് പറഞ്ഞ് ചിക്കൻ കറി കഴിച്ചാലോ മട്ടൻ ബിരിയാണി കഴിച്ചാലോ ദാറ്റ് ഡസൻ കെയർ, വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഞങ്ങൾ കയറിയുന്ന ഒരൊറ്റ കാര്യത്തെക്കുറിച്ച്, കാഫറുകളോട് നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അത് ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണോ? അല്ല. ഞങ്ങളെ കൊന്നുകൊണ്ടാണോ? അതെ. അത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ മതം മാറുന്നത് വരെ കാഫിറിനെ കൊല്ലുക എന്നർത്ഥമുള്ള പദമാണ് കാഫിറിനെ സംബന്ധിച്ചിടത്തോളം കാഫിർ അറിഞ്ഞിരിക്കേണ്ട ഇസ്ലാം, കാഫിർ അറിഞ്ഞിരിക്കേണ്ട ജിഹാദ് അത് മാത്രമാണ്. ഓക്കെ, നമുക്ക് ഒരു സഹീഹായ ഹദീസ് എടുക്കുക. സഹീഹ് അൽ ബുഖാരി ബുക്ക് നമ്പർ 25 ഹദീസ് നമ്പർ 4. അതിനകത്ത് പറയുന്നത് എന്താ? നരേറ്റഡ് ബൈ ആയിഷ. ആയിഷയുടെ നിവേദനമാണ്, സഹീഹായ ഹദീസാണ്, അൽ ബുഖാരിയിലെയാണ്. ദ പ്രോഫറ്റ് സെൻഡ് മൈ ബ്രദർ, എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാനെ പ്രോഫറ്റ് എൻ്റെ കൂടെ വിട്ടു. ടു താനീം ഫോർ ദ ഉംറ ചെയ്യാൻ വേണ്ടി. ഈ പേഗൻ അറബി വിശ്വാസമായിരുന്നു ഈ ഉംറ, അവരുടെ ചടങ്ങാണ്. അല്ലാത്ത മൽമനാത്തിൻ്റെ ഒക്കെ കൂടെയുള്ള ചടങ്ങാണ് ഈ ഉംറ. അത് ചെയ്യാൻ വേണ്ടി ഉംറയും ഹജ്ജും എല്ലാം ഈ അറേബ്യൻ പേഗൻ മതവിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. മുഹമ്മദ് മുസ്ലിം ആകുന്നതിന് മുന്നേയും പിന്നെയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ മുഹമ്മദിൻ്റെ ഭാര്യ ഖദീജ ഈ പറയുന്ന ഉംറയും ഹജ്ജും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇവർ ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, എന്തെങ്കിലോട്ടെ. Abdurrahman with me to Tanim for the Umrah and he made me ride on the backside of a camel. ഒരു ക്യാമലിൻ്റെ പുറത്ത് എന്നെ കയറ്റി ഉംറക്ക് കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാനെ മുഹമ്മദ് അയച്ചു. അപ്പോൾ ഉമർ പറഞ്ഞു, ഉമറിനെ അറിയാമല്ലോ, ഖലീഫ, അബൂബക്കറിന് ശേഷം വന്ന ഖലീഫയാണ് ഉമർ, ഉസ്മാനും മുന്നേ വന്ന ഖലീഫയാണ് ഉമർ. ഉമർ പറഞ്ഞു, ബി റെഡി ടു ട്രാവൽ ഫോർ ഹജ്ജ്, നീ ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുക. As Hajj is one of the two kinds of jihad. 2 തരം ജിഹാദാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അതിലൊന്ന് ഹജ്ജാണ്. അത് ചെയ്യാൻ നീ തയ്യാറെടുക്കുക എന്ന് ഈ പറയുന്ന ആയിഷയോട് ഉമർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഹജ്ജ്, ഈ ജിഹാദ് എന്ന് പറയുന്നത് 2 തരമാണല്ലേ. ഇറ്റ്സ് വൺ ഓഫ് ദ 2 കൈൻഡ് ഓഫ് ജിഹാദ്. 2 തരം ജിഹാദ് ഉണ്ട്. അതിൽ ഒരു തരം ജിഹാദാണ് ഹജ്ജ്. സഹീഹായ ഹദീസാണ്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി സുനാൻ ഇബ്നു മാജയിലെ ബുക്ക് നമ്പർ 25 ഹദീസ് നമ്പർ 20, അതും സഹീഹായ ഹദീസാണ്. ഗ്രേഡ് ദാറുസലാമിൻ്റെ സഹീഹായ ഹദീസാണ്. ഓക്കെ, സുനാൻ ഇബ്നു മാജ ബുക്ക് നമ്പർ 25 ഹദീസ് നമ്പർ 20. അതിനകത്ത് ആയിഷയുടെ മറ്റൊരു നിവേദനം. ഐ സെഡ്, ഓ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, ഈസ് ജിഹാദ് ഒബ്ലിഗേറ്ററി ഫോർ വുമൺ? സ്ത്രീകൾക്ക് ജിഹാദ് നിർബന്ധമുണ്ടോ എന്ന് മുഹമ്മദിനോട് ചോദിക്കാം. യെസ്. അപ്പം മുഹമ്മദ് പറഞ്ഞു, അതെ. അപ്പോൺ ദം ഈസ് എ ജിഹാദ് ഇൻ വിച്ച് ദർ ഇസ് നോ ഫൈറ്റിംഗ്. സ്ത്രീകളുടെ മേലൊരു ജിഹാദുണ്ട്, അതിനകത്ത് യുദ്ധങ്ങളൊന്നുമില്ല. ആ ജിഹാദാണ് അൽ ഹജ്ജ് ആൻഡ് അൽ ഉംറ. ഉംറയും ഹജ്ജും ചെയ്യുന്നതാണ് ആ ജിഹാദ്. അപ്പം 2 തരം ജിഹാദാണ് ആകെ ഉള്ളതെന്ന് ഉമർ പറയുന്നു. എന്നിട്ട് അതിലൊരു ജിഹാദാണ് നീ ചെയ്യാൻ പോകുന്നതെന്ന് ഉമർ ആയിഷയോട് പറഞ്ഞു, ഹജ്ജിന് പോകുന്ന ആയിഷയോട് പറഞ്ഞു. മുഹമ്മദ് പറയുന്നു, നീ ചെയ്യുന്ന ജിഹാദിൽ പോരാട്ടമില്ല. ജിഹാദ് നിങ്ങൾക്ക് ഫർള് കിഫായയാണ്, നിങ്ങൾക്ക് നിർബന്ധമായ ഒരു സാമൂഹിക ബാധ്യതയാണ്, ഒരു പരിധിവരെ വ്യക്തിപരമായ ബാധ്യതയുമാണ് പലപ്പോഴും. എന്നാൽ അതെന്താണ്? സ്ത്രീകൾക്കുള്ള ജിഹാദിൽ യുദ്ധമില്ല. മുസ്ലിം സ്ത്രീകൾ ഞങ്ങളോട് ജിഹാദ് ചെയ്യേണ്ട, ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ മുസ്ലിം പുരുഷന്മാർ ചെയ്യും, അവിശ്വാസികളോട് ചെയ്യുന്ന ജിഹാദ് ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അതെന്താണ്? അതെന്ന് പറഞ്ഞാൽ 2 തരം ജിഹാദേ ഉള്ളൂ. അതിലൊന്നിൽ യുദ്ധമില്ല. അതാര് ചെയ്യുന്ന? അത് സ്ത്രീകൾക്കുള്ള ജിഹാദാണ്. ആ ജിഹാദ് എന്താ? ഹജ്ജും ഉംറയുമാണ് ആ ജിഹാദ്. അപ്പം 2ാമത്തെ ജിഹാദ് എന്താ?
യുദ്ധമുള്ള ജിഹാദാണ്. നമ്മൾ മുന്നേ വായിച്ചു, വിശ്വാസികളുടെ ജിഹാദ് വാളുപയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ടുള്ള ജിഹാദ്. അപ്പോൾ രണ്ട് തരം ജിഹാദ് മാത്രമേ ഖുറാനും ഹദീസുകളും പഠിപ്പിക്കുന്നുള്ളൂ. അത് ഒരു തരത്തിലുള്ള ജിഹാദിൽ യുദ്ധമില്ല, മറ്റേ ജിഹാദിൽ യുദ്ധമുണ്ട്. യുദ്ധമില്ലാത്ത ജിഹാദ് പെണ്ണുങ്ങൾക്കുള്ളതാണ്, അത് ഹജ്ജും ഉംറയും ചെയ്യുന്നതാണ്. ഉള്ള ജിഹാദാണ് ആണുങ്ങൾക്കുള്ളത്, പുരുഷന്മാർക്കുള്ളത്. ആ ജിഹാദാണ് ഈ വാള് കൊണ്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുഹമ്മദും ഉമറും കൂടാണ്, സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പ് അല്ല, ഞാൻ വ്യാഖ്യാനിക്കുന്നതുമല്ല. അപ്പൊ ജിഹാദ് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ജിഹാദ് മുസ്ലിങ്ങൾ സാധാരണ എത്ര പ്രാവശ്യം വെച്ച് ചെയ്യും എന്നുകൂടെ നമ്മളൊന്ന് ആലോചിക്കുക. അതിന് നമ്മുടെ ഫതഹുൽ മുഈൻ എന്ന് പറയുന്ന ഇവരുടെ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുക്കുക. അതിനകത്തെ അധ്യായം 18 സാമൂഹിക ബാധ്യതകൾ അഥവാ ഫർള് കിഫായകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സാമൂഹിക ബാധ്യത തന്നെ ജിഹാദ. അതായത് സമൂഹമായിട്ടൊരു മുസ്ലിം സമൂഹമായിട്ട് ചെയ്യേണ്ട ബാധ്യത, അതിലൊന്നാമത്തെ ജിഹാദ. മുസ്ലിങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കൾ തങ്ങളുടെ നാട്ടിൽ തന്നെ കഴിയുന്ന സാഹചര്യത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ധർമ്മസമരം, ജിഹാദ സാമൂഹിക ബാധ്യതയാകുന്നു. അതായത് മുസ്ലിങ്ങളെ ആക്രമിക്കാതിരിക്കുന്ന സമയത്ത്, മുസ്ലിങ്ങളും യാതൊരു പ്രശ്നങ്ങളും പരസ്പരം ഇല്ലാതിരിക്കുന്ന സമയത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് പോയി പൊട്ടിച്ചെതറിയില്ലെങ്കിൽ നമുക്കൊരു സുഖമൊന്നുമില്ല. വർഷത്തിൽ ഒരു പ്രാവശ്യം ഇസ്ലാം സമൂഹത്തിന്റെ ഒരുത്തനെങ്കിലും അങ്ങനെ പോയി പൊട്ടിച്ചെതറുകയും മറ്റുള്ളവരെ കൊന്നൊടുക്കുകയും ധർമ്മസമരം നടത്തുകയും ജിഹാദ് നടത്തുകയും അതിന് മനസ്സുകൊണ്ടെങ്കിലും എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യണം. അതാണ് സാമൂഹിക ബാധ്യത, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഒരാൾ ചെയ്യുന്നു, മറ്റുള്ളവരെല്ലാവരും മനസ്സുകൊണ്ട് അത് ഏറ്റെടുക്കുന്നു. അതാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഇസ്ലാമിനെ അമുസ്ലിങ്ങൾ ആക്രമിച്ചാൽ ജിഹാദ് വ്യക്തിപരമായ ബാധ്യത, അതായത് എല്ലാ വ്യക്തികളും ജിഹാദിയാണ്. അല്ലെങ്കിൽ സാമൂഹിക ബാധ്യത, ഒരുത്തം ചെയ്താൽ മതി, ബാക്കിയുള്ളവർ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പം മനസ്സിലായോ? അജ്മൽ കസബ് എന്ന് പറയുന്ന പാകിസ്ഥാനി ഭീകരൻ ഇന്ത്യയിൽ വന്ന് ഛത്രപതി ശിവജി ടെർമിനസിൽ AK-47 വെച്ച് അനേകം ആളുകളെ വെടിവെച്ചു വന്നപ്പോൾ അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയ കേരളത്തിലെ മുസ്ലിങ്ങൾ, കൊച്ചിയിലെ കാക്കനാട്ടെ മുസ്ലിങ്ങൾ, അതിനെക്കുറിച്ച് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത നല്ലവരായ ചില കാക്കാന്മാരെ ഞാൻ ആ സമയത്തിൽ സ്മരിക്കുകയാണ്. എന്നാണെങ്കിലും അവരത് ചെയ്യാനുള്ള കാരണം എന്താണ്? അവർ സാമൂഹിക ബാധ്യതയാണ് ജിഹാദ്. വർഷത്തിൽ ഒരു പ്രാവശ്യം ഇസ്ലാം സമൂഹത്തിൽ ഒരുത്തൻ ജിഹാദ് ചെയ്യണം. അതിനെ മനസ്സുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആ ജിഹാദിന്റെ ഗുണം, മേന്മ, ആ ജിഹാദിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം, ആ പാവത്തങ്ങളെ അവിടെ വെടിവെച്ചു കൊന്നതിന് അള്ളാഹു കൊടുക്കുന്ന ആ കാരുണ്യം, ആ സ്വർഗത്തിലെ തരുണീമണികൾ അവർ നമുക്കും കൂടെ കിട്ടാൻ വേണ്ടി ഇവർ പോയി അങ്ങ് നയ്യത്ത് നിസ്കാരങ്ങൾ നടത്തിയതാണ് സംഭവം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എത്രത്തോളം ഭീകരമാണ് ഒരു ഇസ്ലാമിൻ്റെ, ഒരു മുസ്ലിമിൻ്റെ, ഇസ്ലാം മതം പിന്തുടരുന്ന ഒരുവൻ്റെ മൈൻഡ് സെറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യണം, കൂട്ടത്തിൽ ഒരാളെങ്കിലും ചെയ്യണം, ബാക്കിയുള്ളവരവനെ സപ്പോർട്ടും ചെയ്യണം. ഓക്കെ, ഇനി താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നു. പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവും ആയുധവുമുള്ള എല്ലാ സ്വതന്ത്ര മുസ്ലിം പുരുഷന്മാർക്കും ജിഹാദ് ഫർള് കിഫായ സാമൂഹിക ബാധ്യതയാണ്. അതായത് സ്ത്രീകൾക്ക് ഒരു ജിഹാദ്, 2 ജിഹാദാണ് ഉള്ളത്. സ്ത്രീകളുടെ ജിഹാദ് ഹജ്ജും ഉംറയാണ്, അതാണ് അവരുടെ ബാധ്യത. പുരുഷന്മാരുടെ ജിഹാദ് ഹജ്ജും ഉംറയും അല്ല. പുരുഷന്മാരുടെ ജിഹാദ് യുദ്ധമാണ്. അത് ബുദ്ധിയും കഴിവും ആയുധവുമുള്ളവനാണ് ഈ ജിഹാദ് ചെയ്യേണ്ടത്. അപ്പോൾ പുരുഷന്മാർ ആയുധമില്ലെങ്കിൽ സംഭരിച്ച് വർഷത്തിൽ ഒരു പ്രാവശ്യം ജിഹാദ് ചെയ്തിരിക്കണം എന്ന് നിർബന്ധമായും ഇസ്ലാം മതം അവരെ അടിച്ചേൽപ്പിക്കാൻ. പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവും ആയുധവുമുള്ള എല്ലാ സ്വതന്ത്ര മുസ്ലിം പുരുഷന്മാർക്കും ജിഹാദ് സാമൂഹിക ബാധ്യതയാണ്. ഇനി താഴേക്ക് വായിച്ചാൽ നിരായുധന് ജിഹാദ് നിർബന്ധമില്ല. കാരണം ആയുധമില്ലാത്തവന് സഹായിക്കാനാവില്ല. അതായത് യുദ്ധത്തിൽ സഹായിക്കണമെങ്കിൽ മിനിമം ഒരു പിച്ചാങ്കത്തിയെങ്കിലും വേണം. അതുകൊണ്ട് ആയുധമില്ലെങ്കിൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിരായുധന് ജിഹാദ് നിർബന്ധമല്ല. നിന്റെ ആയുധമില്ലെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ജിഹാദിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാം. അതായത് വീട്ടിലെ അടുക്കളയിലെ പിച്ചാങ്കത്തി അടക്കം, കറിക്കത്തി അടക്കം എടുത്തു മാറ്റിയാൽ വേണമെങ്കിൽ ജിഹാദിൽ നിന്നൊരു എക്സംഷൻ കിട്ടും. അപ്പൊ അടുക്കളയിൽ കറിക്കത്തിയുള്ള എല്ലാ മുസ്ലിങ്ങൾ പോലും ജിഹാദ് ചെയ്യാൻ, കാര്യം അത് ആയുധമാണല്ലോ, ഒരാളെ കൊല്ലാതെ ധാരാളാ. അപ്പൊ ജിഹാദ് ചെയ്യാൻ ഷേവിംഗ് ബ്ലേഡ് ഉള്ള മുസ്ലിം പോലും ജിഹാദ് ചെയ്യാൻ ബാധ്യതയാണ്. ഒരു കത്രിക കയ്യിൽ, മീശവട്ട ഒരു കത്രിക കയ്യിലുള്ള മുസ്ലിം പോലും അവനൊരാളെ കൊല്ലാനുള്ള ആയുധമുള്ളത് കൊണ്ട് ജിഹാദ് ചെയ്യലവന് ബാധ്യതയാണെന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നു. അപ്പൊ ഇത്രത്തോളം ഭീകരം ഒരു അമുസ്ലിമിന്റെ മേലുള്ള കടന്നുകയറ്റം, അവരുടെ ജീവന് നേരെയുള്ള ഭീഷണി, അത്രത്തോളം ഭീകരമാണ് ഒരു മുസ്ലിമിന് അമുസ്ലിമിനോടുള്ള കടമ, ജിഹാദ് ചെയ്യുക എന്നുള്ള കടമ. ആ ജിഹാദിനെ അമുസ്ലിങ്ങൾക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ച് ജിഹാദിന്റെ അർത്ഥം അമുസ്ലിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം ആടിനെ കൊണ്ട് ചെന്നായുടെ കൂട്ടത്തിൽ ഇടിച്ചു കയറ്റുന്ന പരിപാടിയായി പോവില്ലേ
എൻ്റെ പൊന്നു പാമ്പ്ലാനി ബിഷപ്പെ, അത് ശരിയല്ല. താങ്കൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. താങ്കളൊരു ഇടയനാണ്, ഒരു പരിധിവരെ ഒരു വലിയ കാട്ട ഇടയനാണ്, ഒരു ആർച്ച് ബിഷപ്പാണ്. പഴയ പോലെ ഒരു സഹായമെത്രാൻ പോലുമല്ല, താങ്കളിപ്പോൾ ഒരു ആർച്ച് ബിഷപ്പാണ്. അനേകം രൂപതകളുടെ ചാർജുള്ള ഒരു അതിരൂപതയുടെ ഭരണാധികാരിയാണ്. താങ്കളുടെ കീഴിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്രൈസ്തവർ താങ്കളുടെ സഭയിൽ താങ്കളുടെ കീഴിലുണ്ട്. അത്തരം സഭാ സമൂഹങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യത്തെ അവരിൽ നിന്ന് പിടിച്ചു മാറ്റി ആ സത്യത്തെ അസത്യമാക്കി എന്താ പറയുക ശർക്കരയും തേനും പുരട്ടി ആ വിഷത്തെ ഒരു ക്രിസ്ത്യാനിയുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് താങ്കൾ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. താങ്കളും ഞാനും ഈ ലോഹയും അധികാര വ്യത്യാസവും ഇല്ലാതെ സാധാരണ മനുഷ്യനെ ദൈവത്തിന്റെ സൃഷ്ടികളായി ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പായി നിൽക്കുന്ന ഒരു ദിവസമുണ്ടാകും. അന്ന് ആർച്ച് ബിഷപ്പ് എന്നുള്ള പദവിയോ സെബാസ്റ്റ്യൻ മുന്നക്കലിന് എന്തെങ്കിലും പദവി ഉണ്ടെങ്കിൽ അതോ അവിടെ ഒരു ഗുണവും ഉണ്ടായില്ല. അവിടെ സൃഷ്ടാവും സൃഷ്ടികളും എന്നൊരൊറ്റ ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പനും മകനും എന്നുള്ളൊരു ബന്ധമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളൊക്കെ സഹോദരന്മാരായിരിക്കും. അവിടെ വെച്ച് ദൈവം നമ്പുരാൻ്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ആലോചിച്ചും കണ്ടുമൊക്കെ വേണം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. സാധാരണ അൽമായം നടത്തുന്ന പോലെ നടത്തരുത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ജിഹാദ് എന്ന പദം ഒരു പദവിഭാഗത്തിന് വേദനാജനകമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇവരാഗ്രഹിക്കുന്നില്ല. ആ മതവിഭാഗം ക്രിസ്ത്യാനികളെ കൊല്ലുന്നതാണ് ജിഹാദ്, അത് ഞങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കത് ആഗ്രഹമല്ല. നിങ്ങൾ കൊന്നോ, നിങ്ങൾ കൊല്ലുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ പറയില്ല. നിങ്ങൾ ഞങ്ങളെ കൊന്നോ, ഞങ്ങളുടെ പെൺകുട്ടികളെ തട്ടിയെടുത്തോ, ഞങ്ങളുടെ യുവാക്കളെ കൊന്നൊടുക്കിക്കോ, അവിടെ കഴുത്തിന് മുകളിൽ വാൾ വെച്ച് അവരെ വേണം മതം മാറ്റിക്കോ, അവർക്ക് നാർക്കോട്ടിക്സ് കൊടുത്ത് അവരെ വേണമെങ്കിൽ നശിപ്പിച്ചോളൂ, അവരെ വേണമെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിക്കോളൂ, ഞങ്ങൾക്ക് ഒരു കുഴപ്പവും. ഞങ്ങൾ അതെല്ലാം നല്ലതാണെന്ന് പറയും. നിന്റെ മുളമൂട്ടിൽ അടിമ വല്ലതുമാണോ? എന്താ പറയുക, എന്തോ ഒരു ഇതുണ്ടല്ലോ, വിധേയൻ, മമ്മൂട്ടിയുടെ ഒരു പഴയൊരു സിനിമയുണ്ടല്ലോ വിധേയൻ, അതിനകത്താണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതായത് യജമാനൻ എന്നെ തല്ലിയാലും അത് നമുക്ക് സന്തോഷമാണ്, പാൽപ്പായസമാണ് എന്ന് പറയുന്ന അമേധ്യം പോലും പാൽപ്പായസമാകുന്ന അത്തരത്തിലുള്ളൊരു വിധേയത്വം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സഭയുടെ ഒരു അതിരൂപത അധ്യക്ഷന് ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ എന്ന് താങ്കൾ സ്വയം ചിന്തനം നടത്തുക. അതുപോലെ തന്നെ വിശ്വാസികളും കാര്യമായിട്ട് എന്നെ ഒന്ന് ചിന്തിക്കുക. ഓക്കെ, മുസ്ലിം സമുദായം എന്ന് നമ്മൾ സഭയെക്കുറിച്ച് പറയുന്നില്ലാത്തതുപോലെ മുസ്ലിം സമുദായം എന്നും കാടടിച്ച് പറയാൻ പാടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായം ഈ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം സൂക്ഷിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി നേതാക്കൾ ഞങ്ങളുമായി നിരന്തര സമ്പർക്കത്തിലുണ്ട്. കണ്ടു ആ സമ്പർക്കം നമ്മൾ കണ്ടു. ആ സമ്പർക്ക ഫോട്ടോയിൽ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം നിരന്തര സന്ദർഭം. ഈ നിരന്തര സമ്പർക്കത്തിനകത്ത് ഈ പാമ്പ്ലാനി ബിഷപ്പിന് ആ സാധനം കൊടുക്കുന്ന ആ മൗലവി ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണല്ലോ. അങ്ങേരുടെ മുഖത്ത് പാമ്പ്ലാനി ബിഷപ്പിന്റെ മുഖവും അങ്ങേരുടെ മുഖവും തമ്മിൽ പ്രകടമായ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. എന്താണ്? പാമ്പ്ലാനി ബിഷപ്പിന്റെ മീശയുമില്ല, താടിയുമില്ല. അദ്ദേഹത്തിന് താടിയുണ്ട്, പക്ഷെ മീശയില്ല. ഈ ഇന്റർവ്യൂ ചെയ്യുന്ന പുള്ളിക്ക് ശ്രദ്ധിച്ചു നോക്കിയ താടിയുണ്ട്, മീശയുണ്ട്. അപ്പം ഇങ്ങേർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ താടി വെച്ചിട്ട് മീശ വടിക്കുന്ന ആടിനെ പോലെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താ? അതറിയണമെങ്കിൽ ഈ നമ്മളോട് സൗഹൃദം പുലർത്താൻ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞല്ലോ, മത നേതാക്കൾ ഇസ്ലാമിൽ അങ്ങനെ നല്ലവരായ പഞ്ചാരക്കുട്ടന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞയാളെ നമ്മളിപ്പോൾ കണ്ടല്ലോ, ഒരാളെ കണ്ടല്ലോ. ആ ആളുടെ മീശ ഇങ്ങനെ ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? സുനാൻ അബീ ദാവൂദ് 35-ാമത്തെ ബുക്ക് 41-ാമത്തെ ഹദീസ് സഹീഹായ ഹദീസാണ്. നരേറ്റഡ് ബൈ അബ്ദുള്ള ഇബ്നു ഉമർ. The messenger of Allah commanded to clip the mustache and grow the beard long. മീശ വെട്ടിയിട്ട് താടി വളർത്താൻ പ്രവാചകൻ കൽപ്പിച്ചതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം പ്രവാചകൻ കാഫിറുകളോട് വാള് കൊണ്ട് ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഈ മാമന്മാർ ചെയ്യില്ല എന്നാണ് താങ്കളുടെ വിചാരമെങ്കിൽ താങ്കൾക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഈ ഇരിക്കുന്ന മീശമാധവന് പറയുന്ന പോലെ മൂക്കിൻ്റെ തുമ്പത്ത് ഇത്തിരി കാട്ടൻ രോമം, അതിനാണോ സാറേ ഈ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിച്ച പോലെ ആ രോമത്തിൽ പോലും അണുവിട തെറ്റാതെ ഇസ്ലാമിക പ്രവാചകന്റെ വാക്കുകൾ പിന്തുടരുന്ന ഈ മുസ്ലാം പണ്ഡിതന്മാർ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ ജിഹാദും അനുസരിക്കില്ല എന്ന് താങ്കൾക്ക് എന്ത് ഗ്യാരണ്ടിയുള്ള? താങ്കളോട് അവർ പറഞ്ഞോ, ഞങ്ങൾ പ്രവാചകനൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങൾ ഇസ്ലാം മതം വിട്ടു, ഞങ്ങൾ ജിഹാദൊക്കെ നിർത്തി, കാഫിറുകളോട് ജിഹാദ് ചെയ്യുന്ന ഞങ്ങൾ നിർത്തി, ഞങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു, പ്രവാചകന്റെ വചനങ്ങളെ ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് അവർ രഹസ്യമായിട്ട് ചെവിയിൽ മന്ത്രിച്ചെങ്കിൽ താങ്കൾ ഈ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. അതല്ലെങ്കിൽ ഈ മീശവടിയിൽ വരെ ഇത്തിരിക്കാട്ട മൂക്കിൻ്റെ താഴെ രോമത്തിൽ വരെ മതം പിന്തുടരുന്ന ഈ ടീമുകൾ ജിഹാദിൽ മാത്രം മതം പിന്തുടരുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ
ഞങ്ങളാരും പൊട്ടന്മാരല്ല എൻ്റെ പൊന്നിടയ, പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഒന്ന് ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഖുറാനിലെ 5-ാമത്തെ സൂറ 51-ാമത്തെ ആയത്ത്, സൂറത്ത് മാഇദ ഭക്ഷണത്തളി എന്ന് പറയുന്ന സൂറയിലെ 51-ാമത്തെ ആയത്ത്, സത്യവിശ്വാസികൾ, അതായത് ഞമ്മൻ്റെ ആളുകളെ, വിമൽകുമാർ എന്നാണല്ലോ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത്, അപ്പോൾ മുസ്ലിങ്ങളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അപ്പം പിന്നെ ഞങ്ങളെ സഹായിക്കാൻ ഇസ്ലാം മത നേതാക്കന്മാർ നല്ല മനുഷ്യരുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കളാണെന്നൊക്കെ പറയുന്നത് ഏതർത്ഥത്തിലാണ്? മുസ്ലിം സമുദായം എന്ന് നമ്മൾ സഭയെക്കുറിച്ച് പറയുന്നില്ലാത്തതുപോലെ മുസ്ലിം സമുദായം എന്നും കാടടിച്ച് പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം സമുദായം ഈ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം സൂക്ഷിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി നേതാക്കൾ ഞങ്ങളുമായി നിരന്തര സമ്പർക്കത്തിൽ. എങ്ങനെയാ അച്ചു ഈ പറയുന്നേ? അവർ ഈ അച്ഛനുമായി ബിഷപ്പുമായിട്ട് ഈ സൗഹൃദം പുലർത്താൻ വന്ന ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. കാര്യം ഒരു മുസ്ലിമിന് അങ്ങനെ സൗഹൃദം പുലർത്താൻ പറ്റില്ലല്ലോ. ഖുറാനിൽ 5-ാമത്തെ സൂറ 51-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? മുസ്ലിങ്ങളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്, അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ്. നിങ്ങളിൽ നിന്നാരെങ്കിലും, അതായത് ഈ കൂട്ടത്തിൽ കാണാൻ വന്ന സുഹൃത്തുക്കളായ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്നാരെങ്കിലും ഈ ബിഷപ്പ് പാംപ്ലാനിയെ, അവരെ കാഫിറിനെ ഉറ്റമിത്രമായി സ്വീകരിക്കുന്ന പക്ഷം അവരും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അപ്പൊ അച്ചോ, ഈ വന്ന സൗഹൃദം പുലർത്താൻ വന്ന ആളുകൾ അച്ഛൻ്റെ കുർബാന കൂടിയോ? പള്ളിയിൽ വന്ന് സ്വർഗസ്നാപിതാവേയും ചൊല്ലി കൃപാനയും കൂടി മാമോദീസം മുങ്ങിയിട്ടാണോ പോയേ? അറിയാൻ പാലാണ്ട് ചോദിച്ചാൽ. കാര്യം അങ്ങനെ ഒരു മുസ്ലിം വന്നാൽ അവൻ ക്രിസ്ത്യാനിയായി മാറുമെന്നാണ് പറഞ്ഞത്. അവൻ ഇസ്ലാം മതം അപ്പം ഉപേക്ഷിച്ച് കാണും, അവൻ ക്രിസ്ത്യാനിയായിട്ടുണ്ടാകും, അങ്ങനെ വന്നാൽ മാത്രമേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുകിൽ ഇവർ നിങ്ങളെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കാൻ വഞ്ചിക്കാൻ വന്നു, അല്ലെങ്കിൽ അവനും അങ്ങനെ വന്നവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അതായത് ഈ പറയുന്ന പാംപ്ലാനി ബിഷപ്പ് സുവിശേഷം പറഞ്ഞ് ഈ മൊല്ലാക്കന്മാരെല്ലാം രഹസ്യമായിട്ട് മാമോദീസ മുക്കി കുർബാന കൂടാൻ വന്നതാണെന്ന് പറയേണ്ടി വരും. രണ്ടിലൊരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അവർ വഞ്ചിക്കാൻ വന്നു, ചിരിച്ച മുഖവുമായിട്ട് താങ്കളെ വഞ്ചിക്കാൻ വന്നു, അല്ലെങ്കിൽ താങ്കൾ രഹസ്യമായിട്ട് അവരെ മതം മാറ്റിയിട്ടുണ്ട്, അവർ കുർബാന കൂടാൻ വന്നു. ഏതാണ് ഇതിനകത്ത് ശരിയെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരം. കാര്യം ഇസ്ലാമിൻ്റെ മുഹമ്മദിനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനും, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും, ഖുറാനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും ഒരു ക്രൈസ്തവനെയോ യഹൂദനെയോ സുഹൃത്തായിട്ട് എടുക്കരുത് എന്ന അവരുടെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിലെ അടിസ്ഥാന പ്രമാണമാണ്. അങ്ങനെ ആരെങ്കിലും എടുത്താൽ അവൻ ഇസ്ലാം മതം വിട്ടു എന്നാണ് അതിനർത്ഥമെന്ന് ഖുറാനകത്ത് പറയുമ്പോൾ, ഈ മതപണ്ഡിതന്മാർ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടാണോ താങ്കളെ കാണാൻ വന്നത്? അതോ താങ്കൾ ഇനി അവരുടെ കൂട്ടത്തിൽ പോയോ? അതോ അവർ താങ്കളുടെ കൂട്ടത്തിൽ വന്നോ? ഏതെങ്കിലും ഒരു ഓപ്ഷൻ താങ്കൾ ഒന്ന് ഉറപ്പിച്ചിട്ട് പറയണം എന്ന് ഞാൻ വെച്ചു. ഇത് ഞാൻ വ്യാഖ്യാനിക്കുന്നല്ല കേട്ടോ. ഇമാം അൽ സുയൂത്തി ഈ ആയത്തിന് കൊടുത്തിരിക്കുന്ന തഫ്സീർ, സൂറത്ത് 5-51 കൊടുത്തിരിക്കുന്ന, സൂറത്ത് അൽ മൈദ 5-ാമത്തെ സൂറ 51-ാമത്തെ ആയത്തിന് കൊടുത്തിരിക്കുന്ന തഫ്സീർ അൽ ജലാലയൻ ഇമാം അൽ സുയൂത്തി കൊടുത്തിരിക്കുന്ന തഫ്സീർ നമുക്ക് വായിച്ചു നോക്കാം. O you who believe, do not take Jews and Christians as patrons, affiliating with them, showing them affection. നിങ്ങൾ യഹൂദനെയോ ക്രൈസ്തവനെയോ നിങ്ങളുടെ അടുത്ത സുഹൃത്തായി, നിങ്ങളുടെ പേട്രൺസായി നിങ്ങൾ എടുക്കരുത്, അവരോട് അഫിലിയേറ്റ് ചെയ്യരുത്, അവരോട് അഫെക്ഷൻ കാണിക്കരുത്, അവരോട് സ്നേഹം കാണിക്കരുത്. Whoever amongst you affiliates with them. ഏത് മുസ്ലിം പണ്ഡിതനാണോ പാംപ്ലാനിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്, ഒന്നുകിൽ പാംപ്ലാനി ഇസ്ലാമിലേക്ക് മതം മാറിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവർ ക്രിസ്ത്യാനിയായിട്ടുണ്ട്. അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ പാംപ്ലാനി ക്രിസ്ത്യാനിയായിട്ടും മുസ്ലിങ്ങളുമായിട്ടും നിന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും മുസ്ലിങ്ങൾ പാംപ്ലാനി ബിഷപ്പുമായിട്ട് സൗഹൃദം പാലിക്കാൻ വന്നാൽ, whoever amongst you, മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും if affiliates with them, ക്രിസ്ത്യാനികളുമായി അഫിലിയേഷൻ സൗഹൃദം സ്ഥാപിച്ചാൽ, he is one of them, counted with them, അവരെ കാഫിറായിട്ട് പരിഗണിക്കണം ഇനി മുതൽ. അതാണ് ഞാൻ ചോദിച്ചത്. ഒന്നുകിൽ ഈ പോസിബിലിറ്റി ഇല്ലാതാവണമെങ്കിൽ ഒന്നുകിൽ അവർ ക്രിസ്ത്യാനിയായിട്ട് കുർബാന കൂടാൻ വന്നു, അല്ലെങ്കിൽ അച്ഛൻ മുസ്ലിമായിട്ട് ലോഹയിട്ട് നിൽക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നാൽ മാത്രമേ താങ്കൾ ഈ പറഞ്ഞ മതസൗഹാർദ്ദം കേരളത്തിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണ് നടന്നത് എന്ന് ഇടവക ജനത്തെങ്കിലും ബോധിപ്പിക്കേണ്ട, അതിരൂപത ജനത്തെ ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത താങ്കൾക്കുണ്ട്. അറ്റ്ലീസ്റ്റ് താങ്കൾക്ക് അത് പറ്റിയില്ലെങ്കിൽ താങ്കളുടെ മേജർ ആർച്ച് ബിഷപ്പിനെയും കർദിനാളിനെങ്കിലും ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത താങ്കൾക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് താങ്കൾ പുലർത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ചരിത്രം എന്നെടുത്താൽ നല്ല രസമാണ്. അതായത് ഈ പറഞ്ഞ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം മുഹമ്മദിൻ്റെ ജീവചരിത്ര സീറത്തു റസൂലുള്ള ഇതിനകത്ത് അതിൻ്റെ കാരണം പറയുന്നുണ്ട്. ഇബിൻ ഇഷാക്ക് ആ കാരണം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സീറത്ത് റസൂലുള്ളയിൽ പറയുന്ന ആ കാരണം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ 262-ാമത്തെ പേജിൻ്റെ അവസാനം മുതൽ 263-ാമത്തെ പേജിൻ്റെ തുടക്കം വരെയാണ് ആ കാരണം പറയുന്നത്. ഞാൻ ഇച്ചിരി വലുതാക്കി നിങ്ങളെ കാണിക്കാം. സം മുസ്ലിംസ് റിമൈൻഡ് ഫ്രണ്ട്സ് വിത്ത് ദ ജ്യൂസ്. കുറച്ച് മുസ്ലിങ്ങൾ യഹൂദന്മാരുമായിട്ട് സൗഹൃദത്തിൽ തുടർന്നു.
ബിക്കോസ് ഓഫ് ദ ടൈ ഓഫ് മ്യൂച്വൽ പ്രൊട്ടക്ഷൻ, പരസ്പരം സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഉടമ്പടി. അതായത് ഇപ്പൊ ബിഷപ്പ് പാംപ്ലാനിയും ഈ മുഹമ്മദ് മുസ്ലിങ്ങൾ വന്ന് കൊടുത്തില്ലേ, ഞങ്ങൾ നിങ്ങളായിട്ട് മത സൗഹാർദ്ദത്തിൽ പോകുന്നു, ഞങ്ങൾ നിങ്ങളെ BJP-യിൽ നിന്ന് സംരക്ഷിക്കാം, RSS-കാരിൽ നിന്ന് സംരക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ഉടമ്പടി വെച്ചില്ലേ, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചില്ലേ, പരസ്പര ഉടമ്പടി, മ്യൂച്വൽ പ്രൊട്ടക്ഷൻ. സം മുസ്ലിംസ് റിമൈൻഡ് ഫ്രണ്ട്സ് വിത്ത് ദ ജ്യൂസ്. കുറച്ച് മുസ്ലിങ്ങൾ യഹൂദന്മാരുമായിട്ട് സൗഹൃദത്തിൽ തുടർന്നു. ബിക്കോസ് ഓഫ് ദ ടൈ ഓഫ് മ്യൂച്വൽ പ്രൊട്ടക്ഷൻ, ബിക്കോസ് ഓഫ് ദ പരസ്പരമുള്ള സംരക്ഷണ കരാർ ഉള്ളതുകൊണ്ട് സൗഹൃദത്തിൽ തുടർന്നു. ആൻഡ് അലയൻസ് വിച്ച് ഹാഡ് സബ്സിസ്റ്റഡ് ബിറ്റ്വീൻ ദം, അവർ തമ്മിൽ സഖ്യത സൗഹൃദം ഉണ്ടായിരുന്നതുകൊണ്ടും അവരങ്ങനെ പല മുസ്ലിങ്ങളെ യഹൂദന്മാരുമായിട്ട് സൗഹൃദം തുടർന്നു. സോ അള്ളാഹു സെൻഡ് ഡൗൺ കൺസേണിംഗ് ദം ആൻഡ് ഫോർബിഡിംഗ് ദം ടു ടേക്ക് ദം ആസ് ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. ആ സമയത്താണ് അള്ളാഹു ഇങ്ങനൊരു ആയത്തിറക്കുക. അല്ലെ യുദ്ധമുണ്ടായ സമയത്തിറക്കിയ ആയത്തല്ല, യഹൂദൻ ഇവരെ എന്താ പറയുക വന്ന് കടിച്ചിട്ട് പകരം ദേഷ്യം തീർക്കാൻ വേണ്ടി ഇറക്കിയ ആയത്തല്ല, യഹൂദൻ ഇവരെ ചവിട്ടി പുറത്താക്കിയപ്പോൾ ഇറക്കിയ ആയത്തല്ല. യഹൂദനുമായിട്ട് പരസ്പര സ്നേഹത്തിനും സഹകരണത്തിനുമുള്ള കരാർ എന്നല്ല. ഇപ്പൊ പറഞ്ഞില്ലേ മതസൗഹാർദ്ദം പുലർത്താൻ വേണ്ടി മതപണ്ഡിതന്മാർ വരുന്നുണ്ടെന്ന്, അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ഇറക്കിയ ആയത്താണ് ഓ ഹു യു ബിലീവ്, അല്ലയോ വിശ്വാസികളെ, ഡു നോട്ട് ചൂസ് യുവർ ഔട്ട്സൈഡ് യുവർ കമ്മ്യൂണിറ്റി ആസ് ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. നിങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്തുള്ള ഒരുത്തനെ പോലും സുഹൃത്തായിട്ട് പരിഗണിക്കരുത്. ദേ വിൽ സ്ക്വയർ നോ പെയിൻസ് ടു കറപ്റ്റ് യു. അവർ നിങ്ങളെ വേദന കൊണ്ട് നിങ്ങളെ അവർ ഇത് ചെയ്യും. ആൻഡ് ലോങ്ങിങ് ഫോർ യുവർ റൂയിൻ, നിങ്ങളുടെ നാശം കൊതിക്കുന്നവരാണവർ. ഫോർ ദെയർ മൗത്ത്സ് ഹേറ്റഡ് ആൻഡ് ഓൾറെഡി ഷോൺ ഇറ്റ് സെൽഫ് ആൻഡ് വാട്ട് ദെയർ ബ്രസ്റ്റ് കൺസീൽ ഇസ് ഗ്രേറ്റർ വാട്ടർ. അവരുടെ ഹൃദയത്തിനകത്ത് എന്തൊക്കെയാണ് കൺസീൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഭയങ്കര വലുതാണ്. എന്നിട്ട് അതിനകത്ത് താഴെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ അവരുടെ പുസ്തകം വിശ്വസിക്കുന്നു, അവർ നിങ്ങളുടെ പുസ്തകം വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അവർ നിങ്ങൾ ഒരിക്കലും കൂട്ടരുത്. അല്ല എടാ, വേദഗ്രന്ഥമായതുകൊണ്ടാണ് ഞങ്ങൾ തോറയും പുതിയ നിയമം വിശ്വസിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഖുറൈശി വന്നിച്ച് അള്ളാഹു എന്നൊരു ദേവനെ സ്തുതിച്ചുകൊണ്ടൊരു പുസ്തകം ഇറക്കി, അത് ഞങ്ങൾ വിശ്വസിക്കണമെന്ന് പറയാൻ നിങ്ങൾക്കെന്ത്? നിങ്ങൾ തോറയും പുതിയ നിയമവും വിശ്വസിക്കുന്നത്, സുവിശേഷവും തോറയും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അത് വേദഗ്രന്ഥമായതുകൊണ്ടാണ്, ഞങ്ങളതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. എടാ, ആരെങ്കിലും ഇപ്പൊ ഇന്ന് മുസ്ലിങ്ങൾ ഖുറാൻ വിശ്വസിക്കുന്നു, നാളെ ഒരുത്തം വന്ന് വെച്ചാൽ തങ്കപ്പന്റെ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം ഇറക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കണം. ഞങ്ങൾ ഖുറാൻ വിശ്വസിക്കുന്നില്ലേ, അപ്പൊ നിങ്ങൾ തങ്കപ്പന്റെ പുസ്തകം വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അത് എവിടെ തന്നെയായ? നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കും? മുസ്ലിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് തുടരുന്നു, നാളെ ഒരു ജൈന മതത്തിൽ നിന്ന് ഒരാൾ വരിക, തങ്കപ്പൻ ആചാര്യയുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കാം, ആ പുസ്തകത്തിൽ പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് ഖുറാനുണ്ട് അത് മതി, ഞങ്ങൾ എന്തിനാ നിന്റെ പുസ്തകം വിശ്വസിക്കുന്നു ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാൻ ഖുറാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾ ഇതും വിശ്വസിക്കണ്ടേ എന്ന് പറയുന്ന യുക്തിയല്ലേ? ക്രൈസ്തവനും യഹൂദന്റെ പുസ്തകം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെന്താണ് മുഹമ്മദ് ഇറക്കി ഈ പുസ്തകം അവർ വിശ്വസിക്കാതെന്ന് ചോദിക്കുന്നത്? ആ ലോജിക്കല്ലേ? അപ്പൊ അങ്ങനെ വിശ്വസിക്കാതെ ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട്, ഇസ്ലാമിന്റെ മതഗ്രന്ഥമായ ഖുറാൻ സത്യമാണെന്ന് വിശ്വസിക്കാത്തതുകൊണ്ട്, ഇസ്ലാം ആരാധിക്കുന്ന ഈ അറബി ദേവൻ ദൈവമാണെന്ന് വിശ്വസിക്കാത്തത് കൊണ്ട് ക്രൈസ്തവനുമായിട്ട് സൗഹൃദം പാടില്ല എന്ന് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. ആ പാട്ടിൽ യേശുക്രിസ്തു പറഞ്ഞെന്താ, നിന്റെ ശത്രുവിനെ പോലും നീ സ്നേഹിക്കാനാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഇതാണ് യേശുക്രിസ്തുവും സത്യദൈവവും ഈ പറയുന്ന വ്യാജദേവനും തമ്മിലുള്ള വിശ്വാസം. സത്യദൈവം പറയാം, മനുഷ്യരെ നിങ്ങളുടെ ശത്രുക്കളുണ്ടല്ലോ, നിങ്ങളെ കൊല്ലാൻ പറ്റുന്നവൻ, അവനോട് പോലും നിങ്ങൾ സ്നേഹം കാണിക്കണമെന്ന് പറയുമ്പോൾ ഇവര് കാണിക്കുന്നത് ഇതാണ്. അപ്പൊ പാംപ്ലാനി പിതാവേ, ഈ പറയുന്നുണ്ടെന്നും തോന്നരുത്. യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച് താങ്കൾ സ്നേഹം കാണിച്ചു, അല്ലാതെ അവർ പറയുന്ന മുഴുവൻ ശരിയാണ്, അവരുടെ ജിഹാദ് ഞങ്ങൾക്ക് തേനാണ് എന്ന് പറയേണ്ട കാര്യമില്ല. താങ്കൾ ശത്രുവിനെ സ്നേഹിച്ചാൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. പക്ഷേ അവർ താങ്കളുടെ താഴെയുള്ള ജനങ്ങളെ കൊല്ലാൻ വരുന്നവരാണെന്നുള്ള അവരുടെ മതത്തിലെ കാര്യം പറയുന്നവരെ താറടിച്ച് കാണിക്കാൻ താങ്കൾ നിൽക്കരുത്. താങ്കൾ അത് വിശ്വസിക്കുകയും താങ്കൾ അത് ചെയ്യുകയും ചെയ്യേണ്ടതാണ്, വായിക്കുകയും അറിയുകയും ചെയ്യേണ്ടതാണ്. അതറിയും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. നമുക്ക് മുന്നോട്ട് പോകാം.